സ്വലാത്തു വസ്സലാം ജനിക്കുന്ന ആ ഘട്ടത്തിൽ എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ വേണ്ടി ഫിർഔൻ തീരുമാനിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് നേരത്തെ കാഹിനീങ്ങളുടെ ആ പ്രവചനം പ്രവചിച്ച ആ പ്രവചനം പുലർന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു, വളർന്നു, ഫിർഔനിന്റെ ഭരണം തെറിച്ചുപോയി. ഇത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ അവിശ്വാസികളായ ആളുകൾ, ഈമാനും തഖ്വയും ഇല്ലാത്ത ആളുകൾ, അള്ളാഹുവിന്റെ ശത്രുക്കൾ കാണിച്ച അത്ഭുതങ്ങൾ നിരവധി പറയുന്നു. എന്ന് മാത്രല്ല, ഇതിനെയൊക്കെ വെല്ലുന്ന അത്ഭുതം കാണിക്കുന്ന ദജ്ജാല് നമുക്ക് വരാനുമുണ്ട്. ദജ്ജാലികൾ, ധാരാളം ദജ്ജാലികൾ ഉണ്ടാകും. അപ്പൊ ഈ ദജ്ജാലുകളെല്ലാം തന്നെ പലപ്പോഴും ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ കാണിക്കും. അപ്പൊ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരാൾ സത്യവാനാണ്, ഒരാൾ മുഅ്മിനാണ് എന്നതിന്റെ പോലും മാനദണ്ഡമല്ല കാണിക്കുന്ന അത്ഭുതങ്ങൾ. ഇത് നമ്മൾ ഇന്നത്തെ ഈ കാലത്ത് പ്രത്യേകിച്ച് ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ മുഅ്മിനാണ് എന്നതിന് പോലും അത്ഭുതങ്ങൾ മാനദണ്ഡമല്ല. അതേസമയത്ത് മുഅ്മിനായ ആളുകൾ കാണിക്കുന്ന അത്ഭുതം, അത് സാധാരണ മുഅ്മിന് കാണിക്കുന്ന അത്ഭുതങ്ങൾ, അതിന് പ്രത്യേകമായ പേരുകളുണ്ട്. മഊനത്ത് എന്നാണ്. സാധാരണ വിശ്വാസി, വലിയ തഖ്വയുടെ വിഷയത്തിൽ വളരെയേറെ ഉയരത്തിലൊന്നുമല്ലാത്ത ശരാശരി ഒരു വിശ്വാസി കാണിക്കുന്ന അത്ഭുതങ്ങളുണ്ട്. ആ വിശ്വാസി അത്ഭുതം കാണിച്ചാൽ അതിന് കറാമത്ത് എന്ന് പറയില്ല, അതിന് മഊനത്ത് എന്നാണ് പറയുക. അതേസമയത്ത് തഖ്വയുടെ വിഷയത്തിൽ അധികായകന്മാരായിട്ടുള്ള, തഖ്വയുടെ വിഷയത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ കാണിക്കുന്ന അത്ഭുതത്തിനാണ് കറാമത്ത് എന്ന് പറയുക. അതോടൊപ്പം തന്നെ ഫാസിഖായ ആളുകൾ, തെമ്മാടികളായ ആളുകൾ അത്ഭുതം കാണിക്കാം. ആ അത്ഭുതത്തിന് ഇസ്തിദ്റാജ് എന്ന് ചിലപ്പോൾ പറയും. അഥവാ അല്ലാഹു തആല ഇവനെ കെണിയിൽ കൊടുക്കാൻ വേണ്ടി, അഥവാ അവന്റെ ആ ഒരു ഫിസ്ക് അത് വർദ്ധിക്കാൻ നിമിത്തമാകാൻ വേണ്ടി ഒരുപക്ഷെ അത്തരം അത്ഭുതങ്ങൾ നിമിത്തമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അത്തരം അത്ഭുതങ്ങൾ നൽകിയേക്കും. അതുപോലെ കള്ളപ്രവാചകന്മാർക്ക് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അത്ഭുതം ഏത് രൂപത്തിലുള്ള അത്ഭുതമാണ്? ഒരു കണ്ണിന് രോഗമുള്ള ഒരാൾ വന്നപ്പോ ആ രോഗത്തിന് ചികിത്സിച്ചപ്പോൾ മറ്റേ കണ്ണും കൂടി പൊട്ടിപ്പോയി. അതാണ് മുസൈലിമത്തുൽ കദ്ദാബിനുണ്ടായ അത്ഭുതം. അതിന് ഇഹാനത്ത് എന്നാണ് പറയുക. അതും ഒരു അത്ഭുതമാണല്ലോ, ഒരു കണ്ണിന് ചികിത്സിക്കുമ്പോൾ മറ്റേ കണ്ണും കൂടി പൊട്ടിപ്പോവുക എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഇഹാനത്ത് എന്നാണ് ആ അത്ഭുതത്തിന്റെ പേര്. ഇതുപോലെ അത്ഭുതങ്ങൾക്ക് ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പൊ ഒരിക്കലും അത്ഭുതം എന്ന് പറയുന്നത്, സാധാരണക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ നന്മയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഈമാനിന്റെ പോലും തെളിവായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ അത്ഭുതങ്ങൾ മഹാന്മാരായിട്ടുള്ള അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ, മുത്തഖീങ്ങളായ, സാലിഹീങ്ങളായ ആളുകൾ അത്ഭുതം കാണിക്കുമ്പോൾ ആ അത്ഭുതത്തെ നമ്മൾ കറാമത്ത് എന്ന് വിളിക്കും, കറാമത്ത് എന്ന് പറയും. ഇതാണ് അത്ഭുതങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രാഥമിക വിവരം. ഇത് നമ്മൾ ശരിക്ക് ഉറച്ച് വിശ്വസിച്ചാൽ, ഉറച്ച് മനസ്സിലാക്കിയാൽ പലപ്പോഴും പല ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും, പല പിശാചുക്കളുടെ പിഴപ്പിക്കലുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ടുള്ള പിഴച്ച തെരീക്കത്തുകാർ, അതുപോലെ ആ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള പല ആളുകളും അവരവരുടെ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് വിശ്വാസികളെ വഴിതെറ്റിക്കാറുള്ളത്. അപ്പൊ ഇത് കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളെല്ലാം തന്നെ ഈ വിഷയം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഏത് വിഷയം? അത്ഭുതമല്ല ഒരാളുടെ നന്മക്ക്, ഒരാളുടെ ഈമാനിന്, ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം. മറിച്ച് മഹത്വമുള്ള മഹാന്മാർക്കുള്ള അത്ഭുതങ്ങൾക്ക്, മഹാന്മാര് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ, ആ മഹാന്മാർക്കുള്ള അത്ഭുതങ്ങൾക്ക് നമ്മൾ കറാമത്ത് എന്ന് പറയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന ഘടകം. എല്ലാ ഫിത്നയും ഉണ്ടാക്കുന്ന ആൾ, എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരാൾ,
അയാൾക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മളെ വഴിതെറ്റിക്കാനുള്ള തന്ത്രമാകുന്നു. അതേസമയത്ത് നല്ല തഖ്വയിൽ, നല്ല ഈമാനിൽ, നല്ല ഹിദായത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന, ധാരാളം നിസ്കരിച്ചു, ധാരാളം തഹജ്ജുദ് നിസ്കരിച്ചു, ധാരാളം ദിക്ർ ചൊല്ലി, ആരെയും കുറ്റം പറഞ്ഞില്ല, ആരെയും ആക്ഷേപിച്ചില്ല, അങ്ങനെ ആ രീതിയിൽ തഖ്വയോടുകൂടെ വിനയാന്വിതനായി ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ ആ അത്ഭുതങ്ങളെ കറാമത്ത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളെല്ലാം തന്നെ മുന്നോട്ട് പോകാൻ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ പേരിൽ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന എത്രയോ ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരുടെ പേരിൽ കളവുകൾ പറഞ്ഞുകൊണ്ട് ഉപജീവനം കഴിക്കുക. ഞാൻ പറയട്ടെ, വളരെ മുമ്പ് ഓൺലൈനിൽ ഒരാളുടെ പ്രസംഗം ഞാൻ കേട്ടു. അയാൾ പറയുന്നത് നമ്മുടെ CM വലിയുല്ലാഹിയെ കുറിച്ചാണ്. CM വലിയുല്ലാഹി കൊണ്ടോട്ടിയിലെ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിന് പോയി. അങ്ങനെ കല്യാണത്തിന് പോയിട്ട് അവിടെയുള്ള കല്യാണത്തിന് വെച്ച ഭക്ഷണങ്ങളൊക്കെ കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഭാഷണം. വാസ്തവത്തിൽ ആ പ്രഭാഷണത്തിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ കേട്ടാൽ ഒരിക്കലും തന്നെ ഒരു നല്ല മനുഷ്യൻ പറയാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് CM വലിയുല്ലാഹിയുടെ പേരിൽ ഒരു വലിയ മഹത്വമായി ഇവർ ഈ പ്രഭാഷകൻ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഞാന് ആ പ്രഭാഷകനുമായി മറ്റു പലരുമായും മുഖേന ബന്ധപ്പെട്ടു. ഇത് എവിടെയാണ്, എങ്ങനെയാണ് CM വലിയുല്ലാഹി ഇങ്ങനെ ആരോടാണ് പറഞ്ഞത്, ഏത് വീട്ടിലാണ്, കൊണ്ടോട്ടിയിൽ ഏത് വീട്ടിലാണ് കല്യാണം നടന്നത്, ഏത് കല്യാണത്തിനാണ് അങ്ങനെ ഭക്ഷണം കുഴിച്ചിട്ട് കളയാൻ വേണ്ടി CM മടവൂര് പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചിട്ട് ഇന്ന് വരെ അതിന്റെ ഒരു റിപ്പോർട്ട് എവിടെയാണ് എന്ന് ഈ പ്രസംഗിച്ച പ്രഭാഷകന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രഭാഷണം അദ്ദേഹം കേട്ട ആൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ CM വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്ത വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. പിന്നീട് വേറൊരു സംഭവം, ഒരു കിണർ മൂടിക്കളയാൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ കേട്ടു. ഒരു പറമ്പത്ത് കിണർ കുഴിക്കാൻ പാടില്ല, ആ പറമ്പത്തെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് CM വലിയുല്ലാഹി പറഞ്ഞു. അത് ആരുടെ കിണറാണ്, എവിടെയാണ് ആ കിണർ എന്ന് അന്വേഷിച്ചിട്ട് യാതൊരു എത്തും പിടിയുമില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ വാസ്തവത്തിൽ ചില ആളുകൾ, അഭിനവ CM സ്നേഹികളായി നടക്കുന്ന ചില ആളുകൾ, അവരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ CM വലിയുല്ലാഹിയെ വെച്ചുകൊണ്ട് ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുക. അതിനുവേണ്ടി CM വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് CM വലിയുല്ലാഹിയുടെ മദ്ഹാണ് എന്ന് ശ്രോതാക്കളെ തോന്നിപ്പിച്ചിട്ട് CM വലിയുല്ലാഹിയെ തെറ്റിദ്ധരിപ്പിക്കുക. CM വലിയുല്ലാഹിയുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് വിശ്വാസികളുടെ മനസ്സ്, CM വലിയുല്ലാഹിയെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ പോക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട്, വിശ്വാസികളുടെ കീസ ലക്ഷ്യം വെച്ചുകൊണ്ട് CM വലിയുല്ലാഹിയെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നു. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈസാ നബിയെ ഇലാഹാക്കിയിട്ട്, ഈസാ നബിയെ ദൈവമാക്കിയിട്ട് വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ അതിരുവിട്ട് പുകഴ്ത്തിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരാണ് ഷിയാക്കൾ. ഇതുപോലെ ഖാദിരിയ തരീഖത്തിന്റെയും മറ്റ് പല തരീഖത്തുകളുടെയും പേരിൽ ഗൗസുൽ ആലമിനെയും അതേപോലെ റിഫായി ഷേഖിനെയും ഒക്കെ പുകഴ്ത്തി അങ്ങനെ അതിന്റെ പേരിൽ ഉപജീവനം കഴിക്കുന്ന അവരുടെ ആളുകളാണ് എന്ന് നടിച്ചുകൊണ്ട്, എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരുടെ പേരിൽ ഇല്ലാത്തതും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് CM വലിയുല്ലാഹിയുടെ പേരിൽ, അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞതിനർത്ഥം CM വലിയുല്ലാഹി വഫാത്തായി കുറെ കാലമായി. ഇപ്പൊ ഈ 1-2 കൊല്ലത്തിനടക്കാണ് പുതിയ കഥകളും പുതിയ പേരുകളും പുതിയ മഹത്വങ്ങളും ഒക്കെ CM വലിയുല്ലാഹിക്ക്
ചില ആളുകൾ അങ്ങ് ചാർത്തി കൊടുക്കാൻ, അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കാൻ, അതിന്റെ പേരിൽ ഫിത്ന ഉണ്ടാക്കാനൊക്കെ തുനിഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, സി എം വലിയുല്ലാഹിയെ താത്വികമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പൊന്മൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാർ. സി എം വലിയുല്ലാഹിയുമായി അടുത്ത് ബന്ധമുള്ള ആളാണ് പൊന്മൾ ഉസ്താദ്. സി എം വലിയുല്ലാഹിയെ പലപ്പോഴും സന്ദർശിച്ചിട്ടുള്ള ആളാണ് പൊന്മൾ ഉസ്താദ്. അൽഹംദുലില്ലാ, നമുക്കൊക്കെ സി എം വലിയുല്ലാഹിയെ സന്ദർശിക്കാനും നേരിട്ട് സംസാരിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത്തരം മഹാന്മാരുടെ കൂടെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ എല്ലാ ബറക്കത്തുകളും നമുക്ക് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യുന്നു. നമ്മുടെ സംഘടനയുടെ ശക്തിയാണ് വാസ്തവത്തിൽ സി എം വലിയുല്ലാഹിയെ പോലെയുള്ള മഹാന്മാർ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ് സി എം വലിയുല്ലാഹിയെ പോലെയുള്ള മഹാന്മാർ. വടകര മുഹമ്മദ് തങ്ങളും അതേപോലെ സി എം വലിയുല്ലാഹിയും. അങ്ങനെ ആ കാലഘട്ടത്തിൽ നമ്മുടെ സംഘടന ഏറ്റവും പ്രതിസന്ധി നേരിട്ടിരുന്ന സമയത്ത് നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തിയ നമ്മുടെ ആത്മീയ നേതാക്കളാണ് സി എം വലിയുല്ലാഹിയും അതുപോലെ വടകര മുഹമ്മദ് തങ്ങളുമൊക്കെ. അവരൊക്കെ ഏത് പക്ഷത്ത് നിൽക്കുന്നു, അവരുടെയൊക്കെ ഹിതം മനോഗതം എന്തായിരുന്നു എന്ന് നമുക്ക് ശരിക്കറിയാം. അതേസമയത്ത് ഇപ്പൊ ചില ആളുകൾ സി എം വലിയുല്ലാഹിയുടെ പേരിൽ സി എം വലിയുള്ള എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നുണ്ട്. അതേപോലെ സി എം വലിയുല്ലാഹിയെ പുകഴ്ത്തുന്ന ചില മൗലിദുകളൊക്കെ അവർ ചെല്ലുന്നുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ ഷിയാക്കൾ അലി റളിയല്ലാഹുവിനെ പുകഴ്ത്തുന്നത് പോലെ, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തുന്നത് പോലെ, അതുപോലെ ഖാദിരിയ തരീഖത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് പലരും ഗൗസുൽ ആലമിന്റെ മദ്ഹ് പറയുന്നത് പോലെ മാത്രമേ നമുക്ക് കാണാൻ നിർവാഹമുള്ളൂ. കാരണം സി എം വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്ത കഥകളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ നേരിട്ട് അന്വേഷിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. രണ്ട് കഥകളുടെ വിഷയത്തിൽ ഈ കഥകൾ അവർ പ്രചരിപ്പിക്കുന്നത് ഞാൻ കേട്ടു, ഞാനത് അന്വേഷിച്ചു. ഈ രണ്ട് കഥക്കും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മറ്റു പലതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു ഇത്തരം ആളുകളുടെ ഷെറുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇന്നും നാളെയും ഒക്കെ മുസ്ലിം ലോകം വിശുദ്ധമായ കാബയെ സംബന്ധിച്ചും കാബയുടെ ചാരത്ത് നടക്കുന്ന മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ നടക്കുന്ന ദുആകളെ സംബന്ധിച്ചും, അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, അതുപോലെ അറഫയുടെ ബലിപെരുന്നാളിന്റെ, അതിന്റെ ഒക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൂടെ സഞ്ചരിക്കേണ്ട, അതൊക്കെ പ്രസംഗിക്കേണ്ട, അതൊക്കെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ രാവ് പോലും ഗീബത്ത് പറയാനും കളവ് പറയാനും അതേപോലെ ഇല്ലാത്ത പണ്ഡിതന്മാരുടെ ഇടയിൽ ഇല്ലാത്ത ഫിത്നകൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഒരിക്കലും തന്നെ അവർ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരോ അവർ മഹാന്മാരെ ആദരിക്കുന്നവരോ അല്ല എന്ന് തിരിച്ചറിയാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല. അല്ലാഹു തആല എല്ലാവിധ ശർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാ സുഹൃത്തുക്കളെയും ആദരവോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദർശ ചർച്ചയുടെ സമയമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്കിലേക്ക് വരാം, സംശയങ്ങൾ ചോദിക്കാം. അനാവശ്യമായ ചർച്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തുമായി ബന്ധപ്പെട്ട, അവിടുത്തെ നൂറാനിയത്തുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സംശയങ്ങളാണെ നമുക്ക് ചോദിക്കാം. പക്ഷെ വെറുതെ വിവാദത്തിന് വേണ്ടി, ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടി, വെറുതെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വിശ്വാസിയും അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അനുസരിക്കപ്പെടാനും അതുപോലെ നമ്മൾ ആദരിക്കാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇല്ലാത്ത വേണ്ടാത്ത അനാവശ്യമായ ചർച്ചകൾ നടത്തിയിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ആളാകാനും അതേപോലെ പൊതുസമൂഹത്തിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾക്ക് ഇടയാകുന്ന വിധത്തിൽ ചർച്ചകൾ നടത്താനും വേണ്ടിയല്ല നബിയെ നമുക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടത് എന്ന ബോധം ഏതൊരു വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ തികച്ചും ആത്മീയമായ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകൾ, ആ ചർച്ചകൾ ഓരോ ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണല്ലോ. അത് പ്രാഥമികമായി നമുക്കുണ്ടാകേണ്ട വിജ്ഞാനമാണ്. നമ്മളെ സംബോധിതരെ അല്ലെങ്കിൽ ശ്രോതാക്കളെ അല്ലെങ്കിൽ സമൂഹത്തെ പരിഗണിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. 1-ാം ക്ലാസ്സിലെ കുട്ടിയോട്
10ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയേണ്ട വിഷയങ്ങൾ പറയാറില്ലല്ലോ നമ്മൾ. പക്ഷേ പലപ്പോഴും ഇന്നത്തെ പല ചർച്ചകളും വാസ്തവത്തിൽ ആ രീതിയിലുള്ള ചർച്ചകളാണ്. ഒരിക്കലും സമൂഹത്തിന് മുന്നിൽ വലിച്ചിട്ടുകൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പാടില്ലാത്ത ചർച്ചകൾ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക, ഇത്തരം അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. ആർക്കാണ് ദുരന്തം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേവലം വികാര ശമനത്തിന് വേണ്ടി നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അല്പം കടന്ന കൈയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ശ്രോതാക്കളെയും മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങൾ ചോദിക്കാം. സുന്നത്ത് ജമാഅത്തുമായി ആദർശപരമായി വിവാദത്തിലിരിക്കുന്ന വിഷയങ്ങൾ ചോദിക്കാം, അല്ലാത്ത വിഷയങ്ങൾ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഒരു ത്വരീഖത്തിനെതിരെ ഒരു പുസ്തകം എഴുതി എന്നൊക്കെ ഉസ്താദ് പറഞ്ഞല്ലോ. ഒരുപാട് ത്വരീഖത്തുകളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തിട്ടുണ്ട്. സമസ്തയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് നൂരിഷാ ത്വരീഖത്ത് മുതൽ തുടങ്ങിയിട്ട് ഒരുപാട് ത്വരീഖത്തിനെ എതിർത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും അവസാനം ഹാഫിദ് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ ഹാഫിദ് ഉസ്താദിന് ശരീഅത്തിന് വിരുദ്ധമായിട്ട് എന്താണ് അദ്ദേഹത്തിനെതിരെ ചൂണ്ടിക്കാണിക്കാനുള്ളത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ത് തെറ്റാണ് ശരീഅത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് കണ്ടത് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ലേ വിശദീകരിക്കേണ്ടത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണല്ലോ വിശദീകരിക്കേണ്ടത്. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ല. ഈ പറയുന്നത് കുമ്മോളി എന്ന് പറയുന്ന ഐഡിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടാണ് ചോദിക്കേണ്ടത്. ശരീഅത്തിന് വിരുദ്ധമായി എന്താണ്? ഞാൻ വിശദീകരിച്ചു 2 കഥകൾ. ആ 2 കഥകളും ഈ ഹാഫിദ് എന്ന് പറയുന്ന ആള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, CM വലിയുല്ലാഹിയെ പറ്റി. അപ്പൊ CM വലിയുല്ലാഹിയെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നു അത് ഇല്ലാത്ത സംഭവമാണ്. എന്റെ അന്വേഷണത്തിൽ അത് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന്, കൊണ്ടോട്ടിയെടുത്ത് ഒരു കല്യാണത്തിന് പോയിട്ട് ആ കല്യാണത്തിന്റെ ഭക്ഷണം കുഴിച്ചിടണം എന്ന് CM പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു പ്രഭാഷണം. അത് 2 പേര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് ഹാഫിൽ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ഓൺലൈനിൽ. അതുപോലെ ഈ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഹാഫിലിന്റെ ഏറ്റവും അടുത്ത ആളായിട്ട് ഇന്ന് അറിയപ്പെടുന്ന അദ്ദേഹവും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നൗഷാദ് അഹ്സനിയുമായും ഹാഫിലുമായും ഞാൻ നേരിട്ടല്ല, ഞാൻ മധ്യവർത്തികൾ മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇതിന്റെ വസ്തുത എന്താണ്? അവർക്ക് ആർക്കും ഈ വസ്തുത പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കളവുകൾ പ്രചരിപ്പിക്കുന്നു ദുരുദ്ദേശം വെച്ചുകൊണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ CM വലിയുല്ലാഹിയുടെ പേരിൽ. അപ്പൊ ശരീഅത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് നേരിട്ട് മനസ്സിലായ കുറെ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് പൊതുസമൂഹത്തോട് CM വലിയുല്ലാഹിയുടെ പേരിൽ കളവുകൾ പ്രചരിപ്പിക്കുന്നു. ഈ 2 സംഭവം കളവാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ എനിക്ക് കൊണ്ടുതരണം. അത് ആർക്കും കൊണ്ടുതരാം, ഈ ശ്രോതാക്കൾക്ക് ആർക്കും, ഈ കൂട്ടത്തിലുള്ള ഏത് ശ്രോതാവിനും കൊണ്ടുതരാം. ഒന്ന്, കൊണ്ടോട്ടിയിൽ
ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞു. ആ സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആർക്കെങ്കിലും ആ സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയുമോ? മറ്റൊന്ന്, ഒരു പറമ്പത്ത് കിണർ കുഴിക്കാൻ പാടില്ല, ആ പറമ്പത്തുള്ള കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് മടവൂര് CM വലിയുല്ലാഹി പറഞ്ഞു. അത് ആരുടെ കിണറിലാണ്? എവിടെയാണ് ആ കിണർ? ഏത് പറമ്പത്താണ്? ഒരു കിണർ മൂടിക്കളയാൻ പറഞ്ഞു. രണ്ടാമതൊരു കിണർ ആ പറമ്പത്ത് കുഴിച്ചപ്പോ ആ കിണർ ആ പറമ്പത്ത് നിന്നുള്ള വെള്ളം തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതൊരു ദീർഘമായ സംഭവം പറഞ്ഞിട്ടാണ്. ഈ രണ്ട് സംഭവവും CM വലിയുല്ലാഹിയുടെ പേരിൽ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ CM വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്നു എന്നതാണ് എനിക്കുള്ള ഒരു കംപ്ലൈന്റ്. വേറെ പല കംപ്ലൈന്റുകളും ഉണ്ട്. ഒരു കംപ്ലൈന്റ് അതാണ്. അത് ശരീഅത്തിന് വിരുദ്ധാണ്. അത് ശരീഅത്തിന് വിരുദ്ധം വ്യക്തിപരമായി ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാമായിരുന്നു. പക്ഷെ പൊതുസമൂഹത്തോട് ഇത് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കലും പണ്ഡിതന്മാർക്കെതിരെ ദുരാരോപണങ്ങൾ ഒളിപ്പിച്ചു വെക്കലും ഒക്കെ ഈ പ്രസംഗത്തിന്റെ ഉള്ളറകളിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ആകയാൽ സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നു. അതേപോലെ ഇല്ലാത്ത കഥകൾ CM വലിയുല്ലാഹിയുടെ പേരിൽ പോലും പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയാണ്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള തകരാറുകളിൽ ചില തകരാറുകൾ. അപ്പൊ ഇതൊക്കെ ശരീഅത്തിന് വിരുദ്ധാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തു പറഞ്ഞു, എന്താണ് ലക്ഷ്യം എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അതിന്റെ സന്ദർഭം വരുമ്പോൾ വിശദീകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ആകയാൽ ശരീഅത്തിന് വിരുദ്ധം ആയി ഒരുപാട് കാര്യങ്ങളെ കൂട്ടത്തിൽ CM വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു തകരാറ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മുനീർ കുരിയാണെന്ന് നമ്മൾക്കെടുത്തോളൂ. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നെ ഇങ്ങനെ ഒരു മുഷാവറ കൂടി തീരുമാനമെടുത്ത് അത് പത്രത്തിൽ ഔട്ട് ചെയ്ത അന്ന് ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മൊത്തത്തില് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, അബ്ദുൽ ഉസ്താദിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞു എന്നല്ലാതെ ഇന്ന തകരാറ്, ഇന്ന പ്രശ്നം അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ട് ഈ കാരണം കൊണ്ട് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തു പറയുന്നു എന്ന് അവരോട് ചോദിക്കണമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഇത് SYSന്റെ ഔദ്യോഗിക ക്ലാസ് റൂമാണ്. ആ ക്ലാസ് റൂമിലാണ് ഞാൻ ചോദിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ SYSന്റെ ഔദ്യോഗിക ക്ലാസ് റൂമിലാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മറുപടി തരാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. SYSന്റെ ഔദ്യോഗിക ക്ലാസ് റൂം ആയതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ കാര്യങ്ങളും ആദർശ ചർച്ച നടത്തുന്ന ആളുകൾ ഔദ്യോഗികമായി പറയണം. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ആരും മനസ്സിലാക്കണ്ട. ആദർശ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഉസ്താദുമാർ പറയുന്നതിന്റെ ഉത്തരവാദിത്വം ആദർശ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആ ഉസ്താദുമാർക്ക് മാത്രമാണ്. SYSന്റെ ഔദ്യോഗിക കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും പറയാനൊക്കെ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുമെന്നേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. SYSന്റെ ഔദ്യോഗിക ക്ലാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നല്ലാതെ ഞങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ SYSന്റെ ശബ്ദമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഗണിക്കണം എന്നീ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. SYSന്റെ ഔദ്യോഗിക ക്ലാസ് റൂം തന്നെയാണ് ഇത്. SYS ആണ് ഇത് നിയന്ത്രിക്കുന്നത്. SYS പറഞ്ഞാൽ നമ്മൾ പറയാതിരിക്കും, SYS പറഞ്ഞാൽ പറയും, അങ്ങനെയൊക്കെയാണ്. SYS ഞങ്ങളെ വിലക്കാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് തന്നെ. എന്നല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ തീരുമാനങ്ങളും ഇവിടെ പറയുക, അല്ലെ എല്ലാം വിശദീകരിക്കുക, അത് ഉത്തരവാദപ്പെട്ടവർ ആവശ്യം വരുമ്പോൾ ഈ ക്ലാസ് റൂമിലൂടെ വിശദീകരിക്കും. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അതെ, കടിഞ്ഞാൺ SYSന്റെ കയ്യിലാണ് എന്ന് മാത്രം. ഞങ്ങളൊക്കെ പറയുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായും ഞങ്ങൾക്ക് മാത്രമായിരിക്കും. കുമ്മോളി എന്ന് പറയുന്ന ഈ ഐഡിയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വരാം, മനുഷ്യ സഹജമായ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമായിരിക്കും. SYSനോ ഈ ക്ലാസ് റൂമിനോ പോലും അത് ബാധകമാവുകയില്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണ് കാരണം എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയേണ്ട സമയത്ത് അത് പറയും. അതേ സമയത്ത് എനിക്ക് വ്യക്തിപരമായുള്ള കാരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ കാരണത്തിൽ ഇപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയില്ല. അദ്ദേഹം
ഈ ഹാഫിദിന്റെ പക്ഷത്തു നിന്ന് ഒരു വ്യക്തിയായതുകൊണ്ട് നമ്മൾ അത് എപ്പോഴും ചർച്ച ചെയ്യാറില്ല. പക്ഷെ ചോദിക്കുന്നത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹം അദ്ദേഹത്തോട് വിട്ടുനിൽക്കാൻ സമസ്ത കേരള ജമിയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അബദ്ധങ്ങൾ പലതും പറയാൻ കഴിയും. പ്രത്യേകിച്ച് നമുക്ക് വേറെ പലതും പറയാൻ കഴിയും, ഒരുപാട് പറയാൻ കഴിയും. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ CM വലിയുല്ലാഹിയെ സംബന്ധിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു എന്നത് ഒന്നാണ്. അല്ലെങ്കിൽ ഇതിന് തെളിവ് വേണം. കൊണ്ടോട്ടി അടുത്ത് ഒരു വീട്ടിൽ, ഒരു കല്യാണ വീട്ടിൽ CM വലിയുല്ലാഹി പോവുകയും അവിടുത്തെ ഭക്ഷണം കുഴിച്ചിടാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. കൊണ്ടോട്ടി അടുത്ത് ഏത് വീടാണ്? CM വലിയുല്ലാഹി വഫാത്തായിട്ട് അത്ര അധികം വർഷമൊന്നും ആയിട്ടില്ല. അദ്ദേഹം പോയ കല്യാണ വീട് അങ്ങനെയാണെങ്കിൽ അത് പ്രസിദ്ധമാകും. അത് ഇന്ന വീടാണ്. ആ കല്യാണക്കാരൻ അല്ലെങ്കിൽ അവിടെയുള്ള ബന്ധുക്കളെങ്കിലും ആ നാട്ടുകാരെങ്കിലും ആരെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടാവുകയില്ല. പ്രത്യേകിച്ച് കല്യാണ വീട്ടിൽ ഭക്ഷണം കുഴിച്ചിട്ടാൽ അത് ഒട്ടാകെ എല്ലാ സ്ഥലത്തും പ്രസിദ്ധമാകുമല്ലോ. അപ്പൊ ആ ഒരു സംഭവം അതെവിടെയാണ്? കൊണ്ടോട്ടി അടുത്തുള്ള കീശേരിയോട് ഞാൻ ചോദിച്ചിരുന്നു. ഇല്ല, കീശേരി ഇതാ കൊണ്ടോട്ടി അടുത്തുള്ള, ഞാനത് കേട്ടിട്ടില്ല. കൊണ്ടോട്ടിക്കാരായ പലരോടും ഞാൻ അന്വേഷിച്ചിരുന്നു. എന്നിട്ട് അവസാനം ഇയാളോട് തന്നെ അന്വേഷിക്കാൻ വേണ്ടി ആളുകളെ ഏർപ്പാട് ചെയ്തിരുന്നു. നസ്രു അസ്ലമി എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് റൂമിന്റെ വരാറുള്ള അദ്ദേഹം പിന്നെ പല പ്രാവശ്യവും ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും യാതൊരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ, പലരും കൊണ്ടോട്ടി അടുത്തുള്ള പലരും ഈ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ട്, ആരും കേട്ടിട്ടില്ല. അപ്പം CM വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു. അതും ദുരുദ്ദേശം വെച്ചുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന് പറയുന്ന ആശയങ്ങളാണ്. ഹക്കാണ് പറയുന്നതെങ്കിലും ബാത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന ആ കൂട്ടത്തിലാണ് CM വലിയുല്ലാഹിയെ ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. അത് വലിയ ഒരു ഗുരുത്തക്കേടാണ്. CM വലിയുല്ലാഹിയുടെ ആളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് CM വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുക, അതും ഫിത്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. അതിന്റെ കടുപ്പ് നമ്മൾ ആലോചിച്ചാൽ വളരെ കടുത്ത അപരാധമാണ് ഔലിയാക്കന്മാരുടെ പേരിൽ ഔലിയാക്കന്മാരുടെ ആളായി ചമഞ്ഞുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. മുനീർ കൂരിയാടൻ തന്നെ മൈക്കിലേക്ക് വരട്ടെ. അദ്ദേഹത്തിന് തന്നെയാണ് മൈക്ക്. അദ്ദേഹത്തിന്റെ ഡോട്ട്, അത് എന്ത് ഡോട്ടാണെങ്കിലും മാറ്റി കൊടുക്കണം. ആ ഡോട്ട് വേണ്ടയില്ല. അദ്ദേഹം റൈസാൻഡ് ചെയ്ത് മുകളിലോട്ട് വന്നോട്ടെ. അദ്ദേഹത്തെ നമ്മൾ വീണ്ടും മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും പറയാനുള്ളത്, നമ്മൾ ഈ ഔലിയാക്കന്മാരുടെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളെ വളരെ ജാഗ്രതയോടുകൂടെയും വളരെ ഗൗരവത്തോടുകൂടെയും കാണണം. അല്ലാഹു തആല ആ ശർ, അത് വലിയ ഗുരുത്തക്കേടാണ്, വലിയ പൊരുത്തക്കേടാണ്. അത് ഒരിക്കലും തന്നെ അതിന്റെ പക്ഷത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഔലിയാക്കന്മാരുടെ സ്നേഹമോ അവരുമായുള്ള ബന്ധമോ നമുക്കുണ്ടാവുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഞാനിത് ചോദിക്കാൻ കാരണം ഉസ്താദ്, ഞാൻ ഇന്ന് നൗഷാദ് ഹസനിയുടെ പ്രസംഗം ഓൺലൈനായിട്ട് ലൈവായിട്ട് കേട്ടു. ആ പ്രസംഗത്തില് അദ്ദേഹം പറയുന്നത്, ഹാഫിദ് ഉസ്താദ് ഒരു ത്വരീഖത്തിന്റെ ആളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാഫിദ് ഉസ്താദ് ഒരു ത്വരീഖത്തിന്റെ ആളല്ല, മറിച്ച് ദുആ സമ്മേളനത്തിനും അവിടെ ഇവിടെയൊക്കെ ദുആക്ക് പങ്കെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ പലരും പങ്കെടുക്കാറുണ്ട്. മുട്ടിപ്പടിയില് ഖലീൽ തങ്ങളെ, മലപ്പുറത്ത് ഖലീൽ തങ്ങളെ ദുആക്ക് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പലരും ദുആക്ക് പങ്കെടുക്കാറുണ്ട്. അവരൊക്കെ ത്വരീഖത്താക്കുവാണോ? അപ്പൊ അതുപോലെ ഒരു ദുആ സദസ് ഹാഫിദ് ഉസ്താദും സംഘടിപ്പിക്കാറുണ്ട് എന്നതല്ലാതെ ഒരു ത്വരീഖത്താണെന്നോ ഞാനൊരു ഷെയ്ഖാണെന്നോ ഞാനൊരു മുറബിയാണെന്നോ ഞാനൊരു വലിയാണെന്നോ ഇന്ന് വരെ ഹാഫിദ് ഉസ്താദ് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉസ്താദിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തീരുമാനം സമസ്ത കേരള ജമിയത്തുള്ളും എടുത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഹാഫിദ് ഉസ്താദിന്റെ ഹസനിയുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം ഇന്ന് കുറച്ച് കേട്ടു. അതിൽ നിന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. മൈക്കിളിലെ ചെയ്യുന്നു. അതെ, അതിന്റെ മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത്. അതിന്റെ ഉത്തരാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് നമ്മളെ അയാൾക്ക് തെരീക്കത്തുണ്ടെന്നോ എന്നൊന്നും നമ്മളും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞത് അദ്ദേഹം കളവുകൾ പ്രചരിപ്പിച്ചു എന്നാണ്. അത് ഇയാളും അതിൽ പങ്കാളിയാണ്. ഈ കളവ് പ്രചരിപ്പിച്ച കൂട്ടത്തിൽ CM വലിയുല്ലാഹിയുടെ പേരിൽ കൊണ്ടോട്ടിയിൽ, അല്ലെങ്കിൽ അതിന് മാപ്പ് പറയണം, കൊണ്ടോട്ടിയിൽ ഇങ്ങനെ ഒരു ഭക്ഷണം കുഴിച്ചിടാൻ പറഞ്ഞൊരു സംഭവം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്.
സി എം വലിയുള്ളാഹിയുടെ പേരിൽ മാത്രമൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പോലും പല കളവുകളും ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് വേണേൽ പറയാം. അപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അൽഹംദുലില്ലാ മുശാവറ പറഞ്ഞല്ലോ, മുശാവറ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ. മുശാവറയുടെ അതിന്റെ റിപ്പോർട്ട് വരെ നമ്മളെ മീഡിയ മിഷനിലൂടെ പുറത്തുവിട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ആർക്കും തർക്കമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു ദിക്റിന്റെ പേരിൽ അങ്ങനെയല്ല ഇദ്ദേഹത്തിനെതിരെ തീരുമാനമെടുത്തത് എന്നുള്ളതിന് തെളിവാണ് ഖലീൽ തങ്ങൾ ദിക്ർ നടത്തുന്നു, അവിടെ നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല. അതേപോലെ പേരോട് ഉസ്താദ് ദിക്ർ ഹൽക്ക നടത്തുന്നു, അവിടെ തീരുമാനമില്ല. അങ്ങനെ എത്രയോ സ്ഥലത്ത് ഒരുപാട് ആളുകൾ ദിക്ർ ഹൽക്ക നടത്തുന്നുണ്ട്. ആ ദിക്ർ ഹൽക്ക നടത്തുന്നതിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അറിയാം ഏത് ദിക്റാണ് യഥാർത്ഥ ദിക്ർ. അതേപോലെ ഈ ദുരുദ്ദേശം വെച്ചുകൊണ്ട് ഫിത്തിന ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദിക്ർ ഹൽക്ക ഏതാണ്, ഫിത്തിന ഉദ്ദേശിച്ചുകൊണ്ട് ആരാണ് ദിക്ർ ഹൽക്ക നടത്തുന്നത്, അത് മനസ്സിലാക്കാനുള്ള കഴിവും കെൽപ്പും ഒക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർക്കുണ്ട്. ഖലീൽ തങ്ങൾ ഒരിക്കലും തന്നെ മടവൂരിന്റെ പേരിൽ ഇല്ലാത്ത പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ലല്ലോ. അതേപോലെ പേരൂർ ഉസ്താദ് പ്രചരിപ്പിച്ചിട്ടില്ലല്ലോ. സി എം വലിയുള്ളാഹിയുടെ പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിച്ച ആള് ഇയാളാണ് എന്ന് മനസ്സിലാക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എന്നല്ല നമുക്ക് പോലും സാധിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല കാരണങ്ങൾ ഉണ്ടാകാം, നമുക്ക് മനസ്സിലായിട്ടുണ്ട് സി എം വലിയുള്ളാഹിയുടെ പേരിൽ പോലും, എനിക്ക് മനസ്സിലായിട്ടുണ്ട് സി എം വലിയുള്ളാഹിയുടെ പേരിൽ പോലും ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്നു ദുരുദ്ദേശം വെച്ചുകൊണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് സി എം വലിയുള്ളാഹിയുടെ പൊരുത്തം നമുക്ക് വേണമോ, അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കമ്പനിയുമായി നമ്മൾ വിട്ടുനിന്നേ പറ്റൂ. മഹാന്മാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം നമുക്ക് വേണമോ, ഈ കമ്പനിയുമായി നമ്മൾ വിട്ടുനിന്നേ പറ്റൂ. ഒരിക്കലും തന്നെ ഈ കമ്പനിയുമായി നമ്മൾ ചേർന്നാൽ നമുക്ക് സി എം വലിയുള്ളാഹിയുടെ പൊരുത്തം ഉണ്ടാവില്ല എന്ന് നമ്മൾ കാര്യകാരണ സൈഡാ പറയുന്നത്, വെറുതെ തമാശക്ക് പറയല്ല. ഞാനിപ്പോ പറഞ്ഞത് കാര്യകാരണ സൈഡാണ്. കൊണ്ടോട്ടിക്കടുത്ത് ഒരു വീട്ടിൽ ഭക്ഷണം കുഴിച്ചിടാൻ വേണ്ടി സി എം വലിയുള്ളാഹി പറഞ്ഞു. അത് ഏത് വീടാണ്, ആരുടെ വീടാണ്, എപ്പോഴാണ് ഭക്ഷണം കുഴിച്ചിടാൻ പറഞ്ഞത്, ആ സംഭവം, അത് ആ സംഭവത്തിന്റെ നിജസ്ഥിതി അത് അന്വേഷിച്ചിട്ട് അതിനൊരു നിജസ്ഥിതിയും ഇല്ല. അപ്പൊ സി എം വലിയുള്ളാഹിയുടെ പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞൊരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും ആരെങ്കിലും ആ കുതന്ത്രങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പെട്ടുപോയ എല്ലാ ആളുകളോടും ഉണർത്തുകയാണ്, നമ്മൾ ഒരു നസീഹത്ത് എന്നുള്ള ആൾക്ക് പറയാണ്, ആരും അതിന്റെ ആ കുതന്ത്രങ്ങളിൽ, ഇപ്പോൾ നടക്കുന്ന ഈ കുതന്ത്രങ്ങളിൽ അത് വിജയിക്കാൻ പോകുന്നില്ല. ആ കുതന്ത്രങ്ങളിൽ ആരും തന്നെ പെട്ടുപോകേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാരായ സി എം വലിയുള്ളാഹി ഉൾപ്പെടെയുള്ള ഔലിയാക്കന്മാർ, അവരാണ് നമ്മുടെ സംഘടനയുടെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തി എന്ന് നമുക്കറിയാം. അവരുമായി അടുത്ത് ഇടപഴകിയും അവരുമായി മുശാവറ ചെയ്തും ബന്ധമുള്ളവരാണ് ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാർ. പൊന്മൾ ഉസ്താദിനെ പരസ്യമായി സി എം വലിയുള്ളാഹിയുമായി അവിടത്തേക്കുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പൊന്മൾ ഉസ്താദ് സി എം വലിയുള്ളാഹി ഷേഖല്ല എന്ന് പറഞ്ഞു, കുത്തുബുൽ ആലമല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വാസ്തവത്തിൽ സി എം വലിയുള്ളാഹിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. സി എം വലിയുള്ളാഹിയെ താത്വികമായി ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങളോട് പറഞ്ഞ വാചകങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താമോ എന്ന് ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴുള്ള ഈ അഭിനവ സി എം സ്നേഹികൾ ചെയ്യുന്നത് എന്ന സത്യം നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം വർദ്ധിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ, പ്രസക്തമായ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ അവസരമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. സി എം വലിയുള്ളാഹി മഹാനവറുകളുടെ പേരിൽ കളവ് പറഞ്ഞു
എന്ന കാരണം കൊണ്ടാണോ സമസ്തയുടെ കേന്ദ്ര മുഷാവറ ആഫിദ് ഉസ്താദുമായി വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തത്? അന്ന് ഉസ്താദ് പറയണം. ഞാൻ കേട്ടില്ല, മുനീറിന്റെ അവസാനത്തെ ചോദ്യം കേട്ടില്ല. മുനീർ ഒന്നുകൂടി മൈക്കിലേക്ക് വന്നോളൂ. മുനീറിന്റെ അവസാനം പറഞ്ഞ ചോദ്യം കേട്ടില്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഹലോ, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്റെ സൗണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, ഞാൻ ചോദിച്ചത്, ഉസ്താദ് രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, സി എം വലിയുള്ളാഹി മഹാനവറുകളുടെ പേരില് പിന്നെ ആഫിദ് ഉസ്താദ് കളവ് പറയുന്നു എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ ഉസ്താദുമായി വിട്ടുനിൽക്കണം എന്ന് ആഹ്വാനം ചെയ്തത്? ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശരീഅത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണെന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞ മറ്റു ആരെങ്കിലും കേട്ടോന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ട വിശദീകരണത്തിൽ, നമ്മുടെ മീഡിയ മിഷനിലൂടെ ഒക്കെ പുറത്തുവിട്ട വിശദീകരണത്തിൽ, ശരീഅത്തിന് വിരുദ്ധമായ നിരവധി പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ അദ്ദേഹം ചെയ്തു എന്ന് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൊതുവായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. എൻ്റെ അനുഭവം, ഞാൻ ഓൺലൈൻ മുഖേന കേട്ട പ്രഭാഷണവും അതിൽ ഞാൻ നടത്തിയിട്ടുള്ള അന്വേഷണവുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നടത്തിയ അന്വേഷണത്തിൽ ഇല്ലാത്ത സംഭവങ്ങൾ സി എം വലിയുള്ളാഹിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഭാഗം. ഞാൻ പറഞ്ഞിട്ടുള്ള സി എം വലിയുള്ളാഹി കൊണ്ടോട്ടിയിലെ ഒരു വീട്ടിൽ കല്യാണത്തിനുണ്ടാക്കിയ ഭക്ഷണം, ആ ഭക്ഷണം കുഴിച്ചിടാൻ പറഞ്ഞു എന്ന ഒരു സംഭവം. ആ സംഭവത്തെക്കുറിച്ച് ഈ കക്ഷികളോട്, ഈ പറഞ്ഞ രണ്ട് കക്ഷികളോടും വസീലകൾ മുഖേന, ഇടയാളന്മാർ മുഖേന, ദൂതന്മാർ മുഖേന ഞാൻ അന്വേഷിച്ചിട്ട് അതിന് വിശദമായ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. വ്യക്തമായ ഒരു തെളിവും നൽകാൻ അവർക്കായിട്ടില്ല. വാസ്തവത്തിൽ കല്യാണത്തിന് ഒരു വീട്ടിൽ ഭക്ഷണം കുഴിച്ചിട്ടാൽ ആ സംഭവം ആ നാട്ടിൽ പ്രസിദ്ധമാകും. അത് സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അത് ഖത്തീബ് മിമ്പറിന്റെ മുകളിൽ നിന്ന് വീണതുപോലെയുള്ള ഒരു കേസാണിത്. നാട്ടിലൊട്ടാകെ പ്രചരിക്കുകയും പാട്ടാവുകയും ചെയ്യും. അപ്പൊ കൊണ്ടോട്ടിയിൽ ആരാണ് ആ ഒരു ഭക്ഷണം കുഴിച്ചിട്ടത്? മാത്രമല്ല, സി എം വലിയുള്ളാഹിയെ കുറിച്ച് ഒരുപാട് കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. സി എം വലിയുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ സി എം വലിയുള്ളാഹിയെ സന്ദർശിച്ചിട്ടുണ്ട്. സി എം വലിയുള്ളാഹി വഫാത്തായിട്ട് കുറെ വർഷങ്ങളായി. എത്രാമത്തെ ആണ്ടായി ഇപ്പൊ സി എം വലിയുള്ളാഹിയുടെ കഴിഞ്ഞ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്നിവിടെ അടിച്ചാല്. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അത് കേൾക്കേണ്ട ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു കൊല്ലം, ഇക്കഴിഞ്ഞ ഒരു വർഷമാണ് ഇത്തരത്തിലുള്ള പുതിയ സംഭവങ്ങളും പുതിയ പേരുകളും പുതിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതുവരെ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ എല്ലാ സുന്നി നേതാക്കന്മാരുടെ പ്രസംഗവും നിരീക്ഷിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, നമ്മൾ വിഷയങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. 26 കാവനൂർ അബൂ സാബിത്ത്. അപ്പൊ സി എം വലിയുള്ളാഹി വഫാത്തായിട്ട് ഇപ്പൊ അടുത്ത വർഷം വരെ നമ്മൾ കേൾക്കാത്ത സംഭവങ്ങൾ, ആ സംഭവങ്ങൾ ഇപ്പൊ പുതിയ രംഗത്ത് വരികയാണ്. അങ്ങനെ രംഗത്ത് വന്ന ഒരു സംഭവമാണ് ഈ സംഭവം. അപ്പൊ ആ സംഭവത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല, വെറുതെ വിടൻസാണ്. അപ്പൊ ഇങ്ങനെ സി എം വലിയുള്ളാഹിയുടെ പേരിൽ പോലും ദുരുദ്ദേശപരമായി, അത് സതുദ്ദേശപൂർവം പറഞ്ഞതല്ല, ദുരുദ്ദേശപൂർവം ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇതാണ് നമുക്ക് പറയാനുള്ള ഒരു തെറ്റ്. ഒരുപാട് തെറ്റുകളുണ്ട്. ഒരു തെറ്റ് ഇതാണ്. വേറെയും കളവുകൾ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കളവ്, ഏതെങ്കിലും വ്യക്തിപരമായ കളവല്ല, സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, നമ്മളെ കൂടി ബാധിക്കുന്ന കളവുകൾ ദുരുദ്ദേശപൂർവം പലരുടെയും പേരിൽ പ്രചരിപ്പിച്ച അനുഭവങ്ങൾ പലതും നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് മുനീർ കൂരിയാടൻ, അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ
വല്ല തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ വേണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും അതേപോലെ വന്ദ്യരായ കാന്തപുരം ഉസ്താദും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാർ ഒരിക്കലും തന്നെ കേവലം ദിക്ർ ഹൽക്ക നടത്തുന്ന ഒരാളെ അവരുമായി വിട്ടുനിൽക്കണം എന്ന് നമ്മളോട് പറയില്ല. കാരണം ദിക്ർ ഹൽക്കക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിന് പ്രോത്സാഹനം നൽകുന്നവരും അത്തരം ധാരാളം ദിക്ർ ഹൽക്കക്ക് നേതൃത്വം നൽകുന്നവരുമാണ് ഈ ഉലമാക്കൾ. പറഞ്ഞല്ലോ, ഖലീൽ തങ്ങളുടെ ദിക്ർ ഹൽക്ക, പേരോട് ഉസ്താദിന്റെ ദിക്ർ ഹൽക്ക, അതിനൊന്നും നമ്മൾ തടയുന്നില്ലല്ലോ, അതിനൊന്നും തടയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഒരാളുടെ അടുക്കൽ ആള് കൂടുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പക്ഷത്ത് ആള് കൂടുന്നത് കണ്ടിട്ട് അതിൽ അസൂയപ്പെടുന്ന നേതാക്കന്മാരേ അല്ല നമ്മുടെ നേതാക്കന്മാർ. വന്ദ്യരായ പേരോട് ഉസ്താദിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് തെറ്റാണ്. അതേപോലെ പൊന്മൾ ഉസ്താദിനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഒരു സ്ഥലത്ത് ആള് കൂടുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളുടെ പ്രഭാഷണം ഉഷാറാകുന്നത് കണ്ടിട്ട് അതിനെതിരെ തീരുമാനം എടുക്കുന്ന ഒരു ടീമല്ല നമ്മൾ. നമ്മുടെ എത്ര എത്ര ചെറുപ്പക്കാരായ നേതാക്കന്മാർക്ക് എത്ര എത്ര അനുയായികളും ആളുകളും കൂടുന്നുണ്ട്. നമ്മളെ ഫാറൂഖിനെയും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, എത്ര വലിയ പ്രഭാഷകനായി അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിനെതിരെ നമ്മൾ തീരുമാനം എടുത്തോ? നമ്മളെ ഷാഫി സക്കാഫി മുണ്ടമ്പ്ര, അദ്ദേഹം എത്ര വലിയ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ നേതാക്കന്മാർ എന്താണ് ഉത്സാഹിക്കുന്നവരുമാണ്. അങ്ങനെ ഒരാൾ വരുമ്പോഴേക്ക് അവരെ അങ്ങ് ഒതുക്കുന്ന ആളുകളല്ല നമ്മുടെ നേതാക്കന്മാർ. ഇയാൾക്ക് തന്നെ പലപ്പോഴും പല വേദികളും നമ്മുടെ നേതാക്കന്മാർ തടസ്സപ്പെടുത്തിയില്ലല്ലോ. പല വേദികളും നമ്മുടെ നേതാക്കന്മാർ തടസ്സപ്പെടുത്തിയിട്ടില്ല ഇദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹത്തെ വഴിതെറ്റുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ നേതാക്കന്മാർ ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അതൊക്കെ കടുത്ത ആരോപണങ്ങളാണ്. നമ്മുടെ നേതൃത്വത്തെ കുറിച്ച് സുലൈമാൻ ഉസ്താദ്, കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതൃത്വത്തെ കുറിച്ച് അവർ ഇങ്ങനെ ഒരാളോട് അസൂയ കൊണ്ട് അല്ലെങ്കിൽ ആള് കൂടുന്നു എന്നതിന്റെ പേരിൽ ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി, ഒരാളെ നിന്ദ്യനാക്കാൻ വേണ്ടി, അതിനു വേണ്ടി തീരുമാനമെടുത്തു എന്ന് പറയാൻ ഒരു മനുഷ്യന് ധൈര്യം വരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വാസ്തവത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ നേരത്തെ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കളവ് പ്രചരണങ്ങൾ കേട്ടിട്ട് നമ്മൾ ആരും അത്തരം വിഷയങ്ങളിൽ പെട്ടുപോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആർക്കും മൈക്കിലേക്ക് വരാം. എല്ലാവരെയും മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വസ്തുതകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഒരാളുടെ വാചകമടിയിൽ നമ്മൾ പെട്ടുപോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദ് നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഉസ്താദ് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ മറുപടിയും ഒന്നും ആധികാരികമല്ല എന്നൊരു ഉസ്താദ് എനിക്ക് മറുപടി പറയാൻ തുടങ്ങിയ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറയുന്നതും ആധികാരികമല്ല, ഞങ്ങളുടെ പിഴവിന് സമസ്ത സംഘടന ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് ഉസ്താദിന്റെ അഭിപ്രായമല്ല, ഉസ്താദിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് AP ഉസ്താദും സുലൈമാൻ ഉസ്താദും അടങ്ങുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉസ്താദിനെതിരെ തീരുമാനമെടുത്തപ്പോ എന്താണ് ശരീഅത്തിന് വിരുദ്ധമായി പറഞ്ഞത് എന്നായിരുന്നു ഞാൻ ആദ്യം മുതലേ ചോദിച്ചത്. ഉസ്താദിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഉസ്താദ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിച്ച സമസ്ത AP ഉസ്താദും സുലൈമാൻ ഉസ്താദും പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും അടങ്ങുന്ന സമസ്തയുടെ നേതൃത്വം ശരീഅത്ത് വിരുദ്ധമായ എന്ത് കാര്യമാണ് ഉസ്താദിൽ ഉള്ളത്, ഹാഫിദ് ഉസ്താദിൽ ഉള്ളത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഉസ്താദ് തന്നെ പറഞ്ഞു ഞങ്ങൾ മൊത്തത്തിൽ ശരീഅത്തിന് വിരുദ്ധമായി ഉണ്ട് എന്നല്ലാതെ എന്താണുള്ളത് എന്ന് സമസ്ത അറിവില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഈ സംശയം ഇനി സമസ്തയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് തീർണ്ട സംശയമാണ്. ഉസ്താദുമായി ബന്ധപ്പെടേണ്ടതോ ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെടേണ്ടതോ ആയ ഒരു സംശയമല്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണ് ശരീഅത്തിന് വിരുദ്ധമായി കണ്ടത് എന്നുള്ള ചോദ്യത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് തന്നെയാണ് ബന്ധപ്പെടേണ്ടത്. പക്ഷെ ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം
അല്ലെങ്കിൽ ഒരു വിഷയം മനസ്സിലാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ട ശരീഅത്തിന് വിരുദ്ധം എന്ന് തന്നെ അറിയണമെന്നില്ലല്ലോ. ശരീഅത്തിന് വിരുദ്ധമായി എന്താണുള്ളത് എന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്ന വളരെ ആധികാരികമായി തന്നെ ഞാൻ പറഞ്ഞത്. ഈ ആധികാരികതയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിന് അതിൻ്റെതായ ആധികാരികതയുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്നതിന് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതലും അതിനേക്കാൾ ഉന്നതമായ ആധികാരികതയുണ്ടാകും. അത് വേറെ കാര്യം. അതേ സമയത്ത് നമ്മൾ പറയുന്നതിന് അതിൻ്റെതായ വിലയിൽ അതിൻ്റെതായ നിലയും അതിൻ്റെതായ ആധികാരികതയും ഉണ്ട്. നമ്മൾ ക്ലാസ് റൂമിൽ സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നമ്മളത് പറഞ്ഞു. അപ്പൊ അതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നുവെങ്കിൽ ഒരിക്കലും ക്ലാസ് റൂമോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയോ ഉത്തരവാദിയല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരബദ്ധത്തിലും സംഘടന ഉത്തരവാദിയല്ല. എന്നാൽ നന്മക്ക് അതിൻ്റെയൊക്കെ ക്രെഡിറ്റും അതിൻ്റെയൊക്കെ അവകാശവും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും നമ്മുടെ ക്ലാസ് റൂമിനും നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സംഘടന കാണുവാനും അങ്ങനെ തന്നെ നമുക്ക് പറയാനുള്ളത്. അതേസമയത്ത് ഒരു സാധാരണക്കാരനായ ശ്രോതാവ്, വിഷയം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശ്രോതാവ്, നിഷ്പക്ഷകനായ ഒരു ശ്രോതാവ്, ആ ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട കക്ഷിയിൽ എന്താണ് ശരീഅത്തിന് വിരുദ്ധമുള്ളത് എന്ന് അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം പറഞ്ഞ CM വലിയുല്ലാഹിയെ സംബന്ധിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഒരു മാറ്റർ തന്നെ വളരെ വലുതാണ്. എനിക്കത് വളരെ വലുതായി തോന്നിയിട്ടുണ്ട്. CM വലിയുല്ലാഹിയുടെ പേരിൽ ഇല്ലാത്തത് ദുരുദ്ദേശപൂർവ്വം പ്രചരിപ്പിക്കുന്നു. ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സങ്കടവും തോന്നിയിട്ടുണ്ട്. ഇവരിങ്ങനെ CM വലിയുല്ലാഹിയുടെ പൊരുത്തക്കേട് വാങ്ങുകയാണല്ലോ. CM വലിയുല്ലാഹിയുടെ ആളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് CM വലിയുല്ലാഹിയുടെ ഗുരുത്തക്കേടും പൊരുത്തക്കേടും വെറുതെ വാങ്ങി വെക്കുകയാണല്ലോ എന്ന് ഞാൻ ആ സമയത്ത് തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴും CM വലിയുല്ലാഹിയെ എഴുത്തുകയാണ് വാസ്തവത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത്. പൊന്മൾ ഉസ്താദ് പറയുന്ന തിയറി അംഗീകരിക്കുന്നില്ലെങ്കിൽ, പൊന്മൾ ഉസ്താദ് പറയുന്ന കർമ്മശാസ്ത്രപരമായ നിലപാട് അംഗീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും CM വലിയുല്ലാഹിയെയും കർമ്മശാസ്ത്രത്തെയും അപമതിക്കുന്ന, നിന്ദ്യമാക്കുന്ന, നിസ്സാരപ്പെടുത്തുന്ന, ശറഹുൽ അഖായിദിലൊക്കെ അവസാനം പറഞ്ഞ ശരീഅത്തിനെ നിസ്സാരപ്പെടുത്തുന്ന ആ കുഫ്റൻ പ്രവർത്തനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പൊന്മൾ ഉസ്താദ് പറയുന്നത് അംഗീകരിക്കണം. പൊന്മൾ ഉസ്താദ് കർമ്മശാസ്ത്ര തത്വത്തിൽ നിന്നുകൊണ്ട്, അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ആ ഷെയ്ഖൂഹിയത്തും അതേപോലുള്ള വിഷയങ്ങളും ആ ജദ്ബിന്റെ അവസ്ഥയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പൊന്മൾ ഉസ്താദ് വിശദീകരിച്ചിട്ടുള്ളത്. അത് CM വലിയുല്ലാഹിക്ക് വേണ്ടിയാണ്, CM വലിയുല്ലാഹിയെ ആദരിക്കാൻ വേണ്ടിയാണ് പൊന്മൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ളതും. അതേസമയത്ത് പൊന്മൾ ഉസ്താദിനെ നിരാകരിക്കുകയും പൊന്മൾ ഉസ്താദ് പറഞ്ഞതിന് ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർ CM വലിയുല്ലാഹിയുടെ ശത്രുക്കളാണ് എന്ന് പറയാൻ യാതൊരു മടിയും നമ്മൾ മടിക്കേണ്ടതില്ല. കാരണം CM വലിയുല്ലാഹിയെ തെറ്റുകാരനും കുറ്റക്കാരനുമാക്കുകയാണ് വാസ്തവത്തിൽ പൊന്മൾ ഉസ്താദ് പറയുന്ന തത്വത്തെ അംഗീകരിച്ചില്ലെങ്കിൽ. പൊന്മൾ ഉസ്താദിന്റെ ആ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ CM വലിയുല്ലാഹിയെ തെറ്റുകാരനും കുറ്റക്കാരനുമാക്കുന്ന പരുവത്തിലേക്ക് പോകും. പൊന്മൾ ഉസ്താദിന്റെ നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ CM വലിയുല്ലാഹിയെ വലിയുല്ലാഹിയായി അംഗീകരിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കും, ഒരു മൂമിന് സാധിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, സുന്നി പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അഥവാ പൊന്മൾ ഉസ്താദിനെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, പൊന്മൾ ഉസ്താദ് പറഞ്ഞ വിവരണം നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ CM വലിയുല്ലാഹിയുടെ എതിർപക്ഷത്താകും നമ്മൾ. പൊന്മൾ ഉസ്താദിനെ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ CM വലിയുല്ലാഹിയെ വലിയുള്ള എന്ന നിലക്ക് നമുക്ക് ആദരിക്കാൻ കഴിയുകയുള്ളൂ, ഇസ്ലാമിക കർമ്മശാസ്ത്രവും ശരീഅത്തും അനുസരിച്ച്. അപ്പൊ ഇസ്ലാമിക ശരീഅത്തിനെ തള്ളിക്കൊണ്ട്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട് വന്നിരായ CM വലിയുല്ലാഹിയുടെ എതിർപക്ഷത്ത് നിൽക്കുകയാണ് ഇപ്പൊ CM വലിയുല്ലാഹിയുടെ അഭിനവ അനുയായികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് CM വലിയുല്ലാഹിയെ പറ്റി ഖുതുബുൽ ആലം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഞാൻ CM വലിയുല്ലാഹിയുടെ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രഭാഷണം നടത്തുന്ന ആളുകൾ വാസ്തവത്തിൽ CM വലിയുല്ലാഹിയെ അനാദരിക്കുകയും നിന്ദിക്കുകയും CM വലിയുല്ലാഹിയെ എല്ലാ അർത്ഥത്തിലും തെറ്റുകാരനും കുറ്റക്കാരനുമാക്കുകയാണ് ഫലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊന്മൾ ഉസ്താദും കാന്തപുരം ഉസ്താദും അതുപോലുള്ള ഉസ്താദുമാർ വിവരിച്ച വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ CM വലിയുല്ലാഹിയെ മനസ്സിലാക്കുന്നതെങ്കിൽ CM വലിയുല്ലാഹിയെ നമുക്ക് ആദരിക്കാനാകും. CM വലിയുല്ലാഹിയുടെ പൊരുത്തം നമുക്ക് ലഭിക്കും, മഹത്വം നമുക്ക് കിട്ടും, പുണ്യം നമുക്ക് കിട്ടും. ഇത് രണ്ടും തിരിച്ചറിയാൻ സുന്നി പ്രവർത്തകർക്ക് സാധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? തർബിയത്ത് മുറിഞ്ഞു പോയി. ഇക്കാലത്തൊന്നും
പിന്നെ മുറബിയായ ഷെയ്ഖ് ഉണ്ടാവില്ല, ശുഭത്തുള്ള ഭക്ഷണം ഇപ്പൊ കിട്ടാനില്ല എന്ന നിലക്ക് പൊന്മള ഉസ്താദ് വാദിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ അവസ്ഥ എന്താണെന്ന് വിശദീകരിക്കണം. പൊന്മള ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള പൊന്മള ഉസ്താദിന്റെ വാചകങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. അത് കേൾക്കുകയും അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വിശദീകരണങ്ങൾ കേൾക്കുകയും ചെയ്താലേ പൊന്മള ഉസ്താദ് എന്തു പറഞ്ഞു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒരു വിഷയത്തെ സംബന്ധിച്ച് പൊന്മള ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് പറയാൻ കഴിയില്ല. അതേസമയത്ത് ഒരു കാര്യം പറയാ, നമ്മൾ തെരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴത്തിൽ ഇറങ്ങി പഠിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ തെർബിയത്തുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉണ്ടാകും. അത് നമ്മൾ അറിയാതെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും കേട്ട് തെർബിയത്ത് മുറിഞ്ഞുപോയി എന്ന് ചിലപ്പോൾ പറയാം, തെർബിയത്ത് മുറിഞ്ഞിട്ടില്ല എന്ന് പറയാം. അതൊക്കെ പലതും പല അർത്ഥത്തിലുമാണ്. തെർബിയത്ത് മുറിഞ്ഞുപോയി എന്ന് പറയുന്ന അർത്ഥം ഒന്നാണ്, തെർബിയത്ത് മുറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. അതൊക്കെ ഇമാമിങ്ങളും അതേപോലെ ഉസ്താദുമാരും അവരവരുടെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിച്ച് തരാറുള്ളതാണ്. പൊന്മള ഉസ്താദ് തന്നെ ആ വിഷയത്തിൽ പലപ്പോഴും നമുക്കൊക്കെ ക്ലാസ് എടുത്ത് തന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. തെർബിയത്ത് മുറിഞ്ഞുപോയി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്, തെർബിയത്ത് മുറിഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ ആ രണ്ട് പ്രയോഗങ്ങളും പൊന്മള ഉസ്താദിന്റെ ഒക്കെ ഭാഷയിലും പൊന്മള ഉസ്താദിന്റെ സംസാരത്തിലൊക്കെ വരാം. അതൊക്കെ സാങ്കേതികമായ പ്രയോഗങ്ങളും അല്ലാത്ത പ്രയോഗങ്ങളും, സാങ്കേതികമായ തെർബിയത്തും അല്ലാത്ത തെർബിയത്തും ഒക്കെ ഉണ്ട്. അപ്പൊ അത് മുറിഞ്ഞുപോയി എന്ന് പറയുന്നത് ഏത് തെർബിയത്താണ്, മുറിഞ്ഞുപോയില്ല എന്ന് പറയുന്നത് ഏത് തെർബിയത്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനോട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം പൊന്മള ഉസ്താദ് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടുള്ള വലിയ വിവരമുള്ള വലിയ ഒരു പണ്ഡിതനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ സെക്രട്ടറിമാരിൽ ഒരാളാണ് വന്നിരായ പൊന്മള ഉസ്താദ്. അതുപോലെ വലിയ വലിയ ആലിമീങ്ങളുടെ ഗുരുവര്യരാണ് പൊന്മള ഉസ്താദ്. അപ്പം പൊന്മള ഉസ്താദ് പറയുന്ന വാചകങ്ങൾ, ആ വാചകങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഉന്നത നിലവാരത്തിലെത്തിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം പൊന്മള ഉസ്താദ് തെർബിയത്ത് മുറിഞ്ഞില്ല, ഒരുപക്ഷെ രണ്ടും പറഞ്ഞിട്ടുണ്ടാകാം, രണ്ടിനും രണ്ടർത്ഥമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പൊന്മള ഉസ്താദിന്റെ വാക്കുകളെ നമ്മൾ ഉൾക്കൊള്ളാൻ എന്ന് ഓർമ്മിപ്പിക്കാൻ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം കരീം കൊളത്തൂരിനോട് പറയാം. ആലിമീങ്ങൾ ഇന്നില്ല എന്നൊരർത്ഥത്തിന് പറയാം. കാരണം അൽ ആലിം എന്ന് പറഞ്ഞാൽ അൽ മുജ്തഹിദ് എന്ന് കിതാബുകളിൽ കാണാം. ഗവേഷണം നടത്തുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇമാം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ, മുജ്തഹിദുകളായ ആളുകൾക്ക് മാത്രമേ അൽ ആലിം എന്ന് സാങ്കേതികമായി പറയാൻ പാടുള്ളൂ എന്ന് കിതാബുകളിൽ, ഉസൂലിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് സംഘടന ഇന്നത്തെ കാലത്തുണ്ട്. അപ്പം ഒരു ജമ്മിന്റെ ക്ലാസ് നടത്തുമ്പോൾ ജമ്മുൽ ജവാമി ഓതിക്കൊടുക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ ക്ലാസ്സിൽ അൽ ആലിം ഇന്നില്ല, അൽ ആലിം ഒക്കെ മുജ്തഹിദുകളുടെ അവസാനിച്ചതോടുകൂടെ അൽ ആലിം പോയിട്ടുണ്ട്, ഇന്നൊക്കെ നമ്മളൊക്കെ ജാഹിലീങ്ങളാണ് എന്ന് പൊന്മള ഉസ്താദോ അല്ലെ മറ്റോ ഏതെങ്കിലും ഒരു ഉസ്താദോ പറഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ പറയാം. പൊന്മള ഉസ്താദ് പലപ്പോഴും പറയും ഞാനൊക്കെ ജാഹിലാണ് എന്ന് പറയും പൊന്മള ഉസ്താദ്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി പൊന്മള ഉസ്താദ് പറ്റില്ല എന്ന് പൊന്മള ഉസ്താദ് പറഞ്ഞു, ഞാൻ ജാഹിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ ആലിമല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെ ഒന്നാണ്, ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ്. അപ്പൊ രണ്ട് അർത്ഥങ്ങൾ. ആലിമല്ല എന്ന് പറയാം, ഇന്ന് ആലിമീങ്ങളില്ല, അൽ ആലിം ഇന്നില്ല എന്ന് പറയാം, ഒരർത്ഥത്തിന് പറയാം. അതേസമയത്ത് ആലിമീങ്ങൾ ഇന്നില്ല എന്ന് നമ്മൾ പറയുമോ? അപ്പൊ അത് രണ്ടർത്ഥത്തിനാണ്. അപ്പൊ തെർബിയത്ത് മുറിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു അർത്ഥത്തിനാണ്, തെർബിയത്ത് ഉണ്ട് എന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിനാണ്. അപ്പൊ പൊന്മള ഉസ്താദ് ഏത് സ്ഥലത്ത് എന്തിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അതൊന്നും മനസ്സിലാക്കാതെയാണ് വാസ്തവത്തിൽ പൊന്മള ഉസ്താദിന്റെ വാചകങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ബോധപൂർവം പരിഹസിക്കണം. അതാണ്, അറിഞ്ഞുകൂടാത്തതുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ പരിഹസിക്കുന്ന ചില പ്രഭാഷകന്മാർ വാസ്തവത്തിൽ അവർക്ക് ഇത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്റെ അഭിപ്രായം പറയുന്നത്, അറിഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരന് ഇത് മനസ്സിലാവൂല എന്ന ഒരു ധാരണ വെച്ചുകൊണ്ട്, അതുപോലെ മടവൂരിനെ CM വലിയുല്ലാഹിയെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മുടെ പക്ഷത്തേക്ക് കിട്ടും എന്ന ആ പക്ഷം പിടിക്കാൻ വേണ്ടി, ആ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അതിനുവേണ്ടി ബോധപൂർവം ഇവർ പ്രഭാഷണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ആ പ്രഭാഷണങ്ങൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, ഉള്ള അറിവ് മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രഭാഷണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്.
ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. കരീം കൊളുത്തൂരിന്റെ മൈക്ക് എടുത്തോളൂ. ഹലോ, അസ്സാം വലൈക്കും. എന്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് മൈക്ക് കിട്ടാത്തതുകൊണ്ടാണ് താമസിച്ചത്. പിന്നെ അതുപോലെ മറ്റൊരു ആരോപണം പറയുന്നത് അക്കായ തരീക്കത്തിനെ ആണെങ്കിലും ഞാൻ എതിർക്കും എന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ വീഡിയോ ക്ലിപ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാർ ആളുകളുടെ മുന്നിലാണ് ഈ പറയുന്നത്. അപ്പോ ഒന്ന് ഞാൻ ഡോട്ടിട്ടതാണ്. നിങ്ങൾ ആ പറഞ്ഞ ഹക്കായ തരീക്കത്ത് അത് വല്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. കരീം ശരിക്കൊന്ന് ശ്രദ്ധിക്കണം ഈ ഭാഗം. നിങ്ങൾ വീഡിയോ ക്ലിപ്പ് എന്നെ കേട്ടു എന്ന് പറഞ്ഞല്ലോ. ഹക്കായ തരീക്കത്താണെങ്കിലും ഞാൻ ആ തരീക്കത്ത് പോവില്ല എന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ അത് വളരെ ബോധപൂർവം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ ബോധപൂർവം എന്ന് പറഞ്ഞാൽ വളരെ തിരിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പൊന്മൾ ഉസ്താദിനെതിരെ ഗുരുതരമായ ദുരാരോപണം ഉന്നയിക്കുകയാണ്. പൊന്മൾ ഉസ്താദ് പറഞ്ഞത് എന്താണ്? പൊന്മൾ ഉസ്താദ് പറഞ്ഞത് ഒരു പരിപാടിക്ക് പൊന്മൾ ഉസ്താദിനെ ക്ഷണിച്ചു. ഈ പരിപാടി തെരീക്കത്തിൻ്റെതാണ്, ഹക്കായ തെരീക്കത്തിൻ്റെതാണെങ്കിൽ പോലും ഈ പരിപാടിയിൽ തെരീക്കത്തിൻ്റെതാണെങ്കിൽ ഞാൻ വരില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പര് പറഞ്ഞത് അതാണ്. ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോ ഈ പരിപാടിക്ക് ഞാൻ വരില്ല. അങ്ങനെ പോണമെന്നുണ്ടോ? എല്ലാ പരിപാടിക്കും എല്ലാറ്റിന്റെയും പരിപാടിക്ക് എല്ലാവരും പോകണമെന്നില്ലല്ലോ. അപ്പൊ ഈ പരിപാടി ഒരു തെരീക്കത്തിന്റെ പേരിലുള്ള പരിപാടിയാണ്. അത് തെരീക്കത്ത് ശരിയായ തെരീക്കത്താണെങ്കിൽ പോലും ഞാൻ ആ പരിപാടിക്ക് വരില്ല എന്നാണ് പൊന്മൾ ഉസ്താദ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ക്ലിപ്പിടുന്നതും പ്രഭാഷണം നടത്തുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നു എന്താണ്? പൊന്മൾ ഉസ്താദ് ഹക്കായ തെരീക്കത്താണെങ്കിൽ പോലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞു എന്ന് അങ്ങ് പറയാണ്. അപ്പൊ അത് എത്ര കളവ്, എത്ര കുതന്ത്രം ആ വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം വളരെ ദുരുദ്ദേശപരമായി, അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരിക്കലും സതുദ്ദേശം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടാതെ ഒരു പണ്ഡിതനെ, ഒരു സാത്വികനായ പണ്ഡിതനെ, ആ പണ്ഡിതനെ ഇകഴ്ത്താൻ വേണ്ടി മാത്രം വളരെ ബോധപൂർവം ഹക്കായ തരീക്കത്താണെങ്കിൽ പോലും ഞാൻ പോവില്ല എന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന എത്ര തരം താഴണ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യണമെങ്കിൽ. മലയാളത്തിലുള്ള ക്ലിപ്പ്, ആ ക്ലിപ്പിൽ തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ടെങ്കിൽ കരീം പറഞ്ഞല്ലോ, ഞാനത് കേട്ടിട്ടുണ്ട്, ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കരീമിനടക്കം തെറ്റിദ്ധരിപ്പിച്ചതിൽ ഈ പ്രഭാഷകന്മാർക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ കരീമിനോട് ഞാൻ ചോദിക്കട്ടെ, ആ ക്ലിപ്പ് കരീം കേട്ടിട്ടുണ്ടോ? ആ ക്ലിപ്പിൽ എന്താ പറഞ്ഞത്? കരീം ഒന്നോ വിശദീകരിക്കും. കരീം വീഡിയോ കണ്ടു എന്ന് പറഞ്ഞല്ലോ. കരീം അത് വിശദീകരിച്ചിട്ട് ബാക്കി മറ്റുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് അവിടെ തന്നെ ആ ഒരൊറ്റ സംഭവത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ ദുരുദ്ദേശം. കരീം ഒന്ന് മൈക്കെടുത്തിട്ട് ആ ക്ലിപ്പിൽ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. കരീം മനസ്സിലാക്കിയതെന്ന് പറഞ്ഞോളൂ. അക്കാര്യത്തിൽ പൊന്മൾ ഉസ്താദ് പറഞ്ഞു തന്നെയാണ് ശരി. കാരണം പൊന്മൾ ഉസ്താദ് പറഞ്ഞത് അക്കായ തെരീക്കത്തിന്റെ ആളാണ് ഈ തങ്ങളാണെങ്കിൽ കൂടി ഞാൻ വരൂല എന്നാണ് പറഞ്ഞത്. അല്ലാതെ അതിനെ എതിർക്കുന്നുണ്ട് എന്നല്ല രീതിയിൽ പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ തന്നെ ആയിരുന്നു. അക്കായ തെരീക്കത്തിനെയും എതിർക്കും എന്ന് തന്നെ പൂർത്തിയാക്കിയില്ല. അത് പൂർത്തിയാക്കുക കരീം. അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ബാക്കി പറയാം. കരീമിനെ ഒന്ന് മൈക്ക് കരീമിനെ എടുക്ക്. കരീം കേൾക്കുന്നില്ലേ? അതെ, അക്കായ തെരീക്കത്തിന്റെ പരിപാടിയാണെങ്കിൽ കൂടി ഞാൻ വരൂല എന്ന് തന്നെയാ പറഞ്ഞത്. അല്ലാതെ അക്കായ തെരീക്കത്തിനെ എതിർക്കും എന്ന് പറഞ്ഞ രീതിയിലല്ല. പക്ഷെ അത് ഫസ്റ്റിൽ കേൾക്കുന്ന ആളുകൾക്ക് അക്കായ തെരീക്കത്തിനെ ഞാൻ എതിർക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരു മിനിറ്റ് ഡോട്ടിടല്ല, ഞാൻ പറഞ്ഞതല്ല. പിന്നെ ഇങ്ങനെ ഒരു ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയുമ്പോൾ അതിന് മറുപടി നൽകാൻ ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിലാണ് തെർബിയത്ത് മുറിഞ്ഞിട്ടില്ല എന്ന് എല്ലാ തെർബിയത്തും മുറിഞ്ഞിട്ടില്ല എന്നൊരു വാദം പൊന്മൾ ഉസ്താദിന് ഉണ്ടായിരുന്നെങ്കിൽ
അത് മറുപടി പറയാൻ എന്തെല്ലാം സംവിധാനങ്ങളുടെ ഇന്നത്തെ കാലത്ത്. ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് മറുപടി അവിടെ വെച്ച് മൈക്ക് വെച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു മീഡിയയിൽ കൂടെ പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ജനങ്ങളൊക്കെ ഇപ്പൊ ഇന്റർനെറ്റിന്റെ കാലം ഉപയോഗിക്കുന്ന ലോകമല്ലേ. അപ്പോ ആര് ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അയാൾ ഉദ്ദേശിച്ച, അതായത് ഈ പറഞ്ഞ ആൾ ഉദ്ദേശിക്കാത്ത കാര്യത്തിനാണ് അല്ലെങ്കിൽ അതിനെതിരാണ് വരുന്നതെങ്കിലും അതിന് മറുപടി പറയാനുള്ള സംവിധാനം ഇപ്പൊ എത്രയോ സ്ഥലത്ത് നൗസാദ്, ഞാൻ പേര് പറയണമെന്നില്ല, ആ വ്യക്തി പിന്നെ വളരെ വ്യക്തമായിട്ട് വളരെ ശക്തമായിട്ടും പിന്നെ ഈ എ പി വിഭാഗത്തിനെതിരെ ശക്തിയായിട്ട്, എ പി വിഭാഗത്തിന്റെ ഉസ്താദ്മാർക്കെതിരെ വളരെ ശക്തിയായ രീതിയിൽ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗത്തിനൊന്നും എവിടെയും കറക്റ്റായിട്ട് മറുപടി പറഞ്ഞതായിട്ടോ അതല്ലെങ്കിൽ അത് ഞാൻ യൂട്യൂബിലോ മറ്റോ കണ്ടിട്ടില്ല. ഞാൻ ഗൾഫിലാണ്, കാരണം നാട്ടിലെ പരിപാടികൾ ബൈലിക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കുക അല്ലാതെ മറ്റൊന്നും കേട്ടില്ല. ഞാൻ കണ്ടിടത്തോളം യൂട്യൂബിൽ കണ്ടത് നൗഷാദ് ഹസനിയുടെ വെല്ലുവിളികൾ മാത്രമാണ്. വളരെ ശക്തിയായ ഞാൻ ഡോട്ടിട്ടതാണ് കരീമേ. അത് മറുപടി പറയണമെന്നല്ല നിങ്ങൾ പറയുന്നത്. മറുപടി ആവശ്യത്തിന് ഇപ്പൊ ഇത് മറുപടിയാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം പൊന്മളുസ്താദിന്റെ പേരിൽ ഇത്രയും വലിയ ദുരാരോപണം ഉന്നയിച്ചിട്ട് അത് അൽഹംദുലില്ലാ ഇപ്പൊ കരീം കുളത്തൂരിന് മനസ്സിലായല്ലോ. ഇത്രയും വലിയ ദുരാരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. നൗഷാദ് ഹസനിയെ സംബന്ധിച്ച് ഇനി മനസ്സിലാക്കാൻ ഒന്നുമില്ല. നൗഷാദ് ഹസനി ഈ ഒരു ഉദ്ധരണി ഇട്ടെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാമിന് വരില്ല എന്ന് പറഞ്ഞത് ഹക്കായ തരീക്കത്താണെങ്കിലും ഞാൻ പോവില്ല, അയാൾ പ്രസംഗിച്ചല്ലോ അങ്ങനെ. അത് യൂട്യൂബിലൊക്കെ അവർ പ്രചരിപ്പിച്ചല്ലോ. പിന്നെ എന്ത് ശരീഅത്താണ് അവർക്കുള്ളത്? എന്ത് സത്യസന്ധതയാണ് അവർക്കുള്ളത്? അപ്പം വാസ്തവത്തിൽ ഒരു സത്യസന്ധതയും ഇല്ലാതെ വെറും തോന്നിവാസങ്ങൾ പറയുന്ന ഒരാൾക്ക് അവർക്ക് മറുപടി പറയാൻ പൊന്മളുസ്താദ് തന്നെ ഇങ്ങനെ മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി അല്ലെങ്കിൽ ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറയണമെന്നില്ല. പൊന്മളുസ്താദിന്റെ വളരെ ചെറിയ അനുയായികളായ നമ്മളെ പോലെയുള്ള ആളുകൾ ധാരാളമാണ് അതിന്. അപ്പൊ നമ്മളിപ്പം ഈ ക്ലാസ് റൂമിൽ പറഞ്ഞല്ലോ കുറെ വിഷയങ്ങൾ, അതൊക്കെ അതിന്റെ മറുപടികളാണ്. ഈ ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തലാണ്. അത്ര തന്നെ അതിന് ആവശ്യമുള്ളൂ എന്നാണ് നമ്മളെ നിലപാട്. ഇത് തന്നെ കൂടുതലാണ്. അപ്പൊ ഏതായിരുന്നാലും കരീമിന് ചോദിക്കാനുള്ള ആധുനിക സൗകര്യങ്ങളുണ്ട്, നമുക്ക് മറുപടി പറയാനുള്ള ആധുനിക സൗകര്യമുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കരീം ചോദിച്ചു, നമ്മൾ മറുപടി പറഞ്ഞു. അപ്പൊ അത് തന്നെ ഇത് തന്നെ ധാരാളമാണ് എന്നറിയിക്കുന്നു. ഒരാൾക്ക് തോന്നണ്ടേ അത് ഈ മറുപടി പറയണമെന്ന് തോന്നിയാലല്ലേ കരീമെ മറുപടി പറയാൽ. അപ്പൊ അവർക്കൊന്നും അങ്ങനെ മറുപടി പറയണം എന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ മറുപടി പറയാത്തത്. അതേസമയത്ത് മറുപടി ആവശ്യത്തിന് നമ്മുടെ ഇത്തരം സംവിധാനങ്ങളിലൂടെ ലഭ്യമാകുന്നുണ്ട്. ഇപ്പം തന്നെ പൊന്മളുസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ക്ലിപ്പ് കരീം വളരെ മാന്യമായി ചോദിച്ചു. കരീമിന് മാന്യമായി തന്നെ നമ്മൾ മറുപടി നൽകി. അത് കരീമിന് വളരെയേറെ ബോധ്യപ്പെടുകയും ചെയ്തു. അൽഹംദുലില്ലാ. അപ്പൊ ഇതിനോട് ബാക്കി തുലനം ചെയ്താൽ മതി. ഇതേ രീതിയാണ് ബാക്കി എല്ലാ ആരോപണങ്ങൾക്കും ഉള്ളത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ എല്ലാവരുടെയും, നമ്മുടെ പൊന്മളുസ്താദിന്റെയും അതേപോലെ മറ്റു ഉസ്താദുമാരുടെയും ഔലിയാക്കന്മാർ CM വലിയുള്ളാഹി ഉൾപ്പെടെയുള്ള മഹാന്മാരുടെയും ഒക്കെ ഗുരുത്വവും പൊരുത്തവും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ രീതി തന്നെയാണ് കരണീയം. അല്ലാഹു തആല ഈ നേതൃത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരീം തന്നെ മൈക്കിലേക്ക് വന്നോളൂ. ഞാന് പിന്നെ ആ ക്ലിപ്പുകൾ കണ്ടത് അതിനനുസരിച്ച് സമ്മതിച്ചു എന്ന് വിചാരിച്ചിട്ട് ബാക്കിയെല്ലാം അതുപോലെയാണ് നിങ്ങൾ കിയാസാക്കിയത് ശരിയായില്ല. അത് മാത്രമല്ലല്ലോ പിന്നെ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴല് ഉണ്ട്, ചിലപ്പോൾ ഇടക്ക് നിഴലുണ്ട്. കരീമേ, അങ്ങനെ ഓരോ വാചകത്തിനും മറുപടി ആവശ്യമില്ല. സാധാരണ നമ്മള് ഒരു ഭക്ഷണം വെന്തോന്നൊക്കെ നോക്കാൻ വേണ്ടി സാധാരണ ചെയ്യാറുള്ളത് ഒന്നോ രണ്ടോ മണി ഇങ്ങനെ ഞെക്കി നോക്കുക ചെയ്യുക. അപ്പൊ അതൊക്കെ വെന്തതാണെന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. എല്ലാ ഭക്ഷണവും എല്ലാത്തിനെയും ഞെക്കി നോക്കാറില്ലല്ലോ. അപ്പൊ നിങ്ങൾ കേട്ട കാര്യമായി നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ് പൊന്മളുസ്താദിന്റെ ഒരു ക്ലിപ്പ്. അത് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഇതിനോട് തുലനം ചെയ്യണം നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് തയ്യാറില്ലാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ പറയാനല്ലേ കഴിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം പൊന്മളുസ്താദിനെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും, പേരോട് ഉസ്താദിനെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഇതുപോലെ വസ്തുതാപരമല്ലാത്തതും സത്യസന്ധതയില്ലാത്തതും തനി തെറ്റും കുറ്റവുമാണ് എന്നാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളാം. ഇനി അതല്ല
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്കാകാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സമീപനം പോലെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഏതായിരുന്നാലും ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യം നമ്മൾ ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലാസ് റൂമിൽ ഇന്നത്തെ ഈ ചർച്ചയിൽ തന്നെ. ഒന്ന്, എന്താണ് മറ്റേ അദ്ദേഹത്തിന്റെ നേതാവിനുള്ള തകരാറ് എന്ന് ചോദിച്ചപ്പോൾ ആ തകരാറ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CM വലിയുല്ലാഹിയുടെ പേരിൽ കളവുകൾ പ്രചരിപ്പിക്കുന്നു. മറ്റൊന്ന്, പൊന്മൾ ഉസ്താദിന്റെ പേരിൽ ഈ പറഞ്ഞ ശരിയായ തെരീക്കത്താണെങ്കിലും ഞാൻ പോവുകയില്ല എന്ന ക്ലിപ്പ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി അത് തെരീക്കത്തുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞത്, ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന വിഷയവും ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്താം. ഇവിടെ മറ്റു വിഷയങ്ങൾ, നിഴൽ വിഷയമൊക്കെ 2-3 ദിവസം ഇവിടെ ചർച്ച ചെയ്യുന്നു. എല്ലാ ദിവസവും ഓരോ ആളുകൾക്ക് വേണ്ടി അങ്ങനെ ചർച്ച ചെയ്യേണ്ടതില്ല. കുറ്റ്യാടിയിൽ മറുപടി വെക്കാനൊന്നുമില്ല സുഹൃത്തെ. കുറ്റ്യാടിയിൽ ഒരു മറുപടി ആവശ്യമില്ല. കാരണം കുറ്റ്യാടിക്കാരായ ആളുകളോട് അദ്ദേഹം തമാശക്ക് ഞാൻ പറയാ, കുറ്റ്യാടിക്കാരായ ആളുകളോട് പേരോട് ഉസ്താദിനെ കുറ്റ്യാടിക്കാർക്ക് അറിയാം. കുറ്റ്യാടിയിൽ പേരോട് ഉസ്താദ് എന്താ ചെയ്തതെന്നും അറിയാം. കുറ്റ്യാടിയിൽ വന്നിട്ട് പേരോട് ഉസ്താദിന് വഹാബിയാണ്, പേരോട് ഉസ്താദ് മുജാഹിദാണ്, മുജാഹിദിന്റെ പക്ഷത്താണ് എന്ന് പ്രസംഗിച്ചാൽ അവിടെയുള്ള കുറ്റ്യാടിക്കാർ അത് കാർക്കിച്ചു തുപ്പാന്നല്ലാതെ ആ കുറ്റ്യാടിക്കാർ അതിന് ചെവി കൊടുക്കുന്നില്ല. കുറ്റ്യാടിക്കാരോട് പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് മുജാഹിദാണ്, പേരോട് ഉസ്താദ് വഹാബി പക്ഷത്താണ്, പേരോട് ഉസ്താദിന് സുന്നി പോരാന്ന് ഒരാൾ വന്ന് പ്രസംഗിച്ചാൽ കുറ്റ്യാടിക്കാര് അതിനെ അത് ഒരു കാർക്കിച്ചു തുപ്പിയിട്ടങ്ങ് പോവാന്നല്ലാതെ അതിന് ഒരു പുല്ല് വിലയും കുറ്റ്യാടിക്കാരെ കൽപ്പിക്കൂല. കുറ്റ്യാടിക്കാർക്ക് അറിയാം പേരോട് ഉസ്താദ് എന്താണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കുറ്റ്യാടിയിൽ അതിന്റെ മറുപടി എന്ന് പറയുന്നത് അത് വിചാരിച്ചിട്ടാണ് അവിടെ വന്നിട്ടുണ്ടാകുക. കുറ്റ്യാടിയിൽ ഭയങ്കരമായിട്ട് മറുപടി വെക്കും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതായത് ഇപ്പൊ മറുപടി കിട്ടാത്തത് കൊണ്ട്, ഉപജീവനത്തിന്റെ ആ വഴി മുടങ്ങിയത് കൊണ്ട്, നേരത്തെ പേരോട് ഉസ്താദ് പറഞ്ഞത് 100% ശരിയാണെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചിട്ട് വെല്ലുവിളി നടത്തിയിട്ട് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വാദപ്രതിവാദത്തിലേക്ക് വിഷയങ്ങൾ എത്തിക്കുക, ഇതാണ് വാസ്തവത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ സുന്നത്തി ജമാഅത്തിനെതിരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നീക്കം. ഞാൻ പറയട്ടെ, എനിക്കറിയാം, ദേവർഷോല അബ്ദുസലാം സഖാഫിയോട് ചോദിച്ചാൽ, അബ്ദുസലാം മുസ്ലിയാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ പറയുന്നത്. ആ ഭാഗത്ത്, നീലഗിരി ഭാഗത്ത് നിരവധി മുഖാമുഖങ്ങൾ, ഒരു മുജാഹിദ് പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത്, ഒരു പ്രഭാഷണവും നടക്കാത്ത സ്ഥലത്ത് വെറുതെ വേണ്ടാത്ത മുഖാമുഖങ്ങളും വെല്ലുവിളികളും നടത്തിയിട്ട് ആശയക്കുഴപ്പങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. കുമ്മളിസ്താവ് മൈക്ക് വിട്ടതാണോ? പിന്നെ വിട്ടതല്ലെങ്കിൽ ഡോട്ട് ഇട്ടിട്ട് മൈക്ക് എടുത്തോളൂ. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നടന്ന് വെല്ലുവിളിച്ചു നിങ്ങൾ വെല്ലുവിളി സ്വീകരിക്കുക, അതല്ലെങ്കിൽ അവിടെ മറുപടി വെക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളടുത്ത് ഹക്കില്ല എന്ന്. ഹക്കുണ്ടെങ്കിൽ എന്താ മറുപടി വെക്കൂലേ? ഞാൻ ചോദിക്കട്ടെ, സുന്നികൾ കൂടുതലുള്ള സ്ഥലത്ത് ഒരു മുജാഹിദ് വന്നിട്ട് സുന്നികൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വെച്ചാൽ അവിടെ പിന്നെ ആണത്തുള്ള സുന്നികൾ ഉണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ അവിടെ മറുപടി വെച്ചിട്ട് അവരുടെ ആ പൊട്ടത്തരങ്ങൾ അവിടെ പുറത്ത് വിളിച്ചു പറയും. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. അവിടെ വസ്വാസം ഉണ്ടാക്കി പോകാൻ ഒരു മുജാഹിദിനെയും സമ്മതിച്ചിട്ടില്ല ഇതുവരെ സുന്നികൾ. ഇതുപോലത്തെ ആ സുന്നികളുടെ നിങ്ങളുടെ ഈ സ്പിരിറ്റ് ഇപ്പൊ എവിടെ പോയി? നൗഷാദ് ഹസനി പറയുന്നത് ശരിയല്ല എങ്കിൽ അപ്പൊ തന്നെ മറുപടി കൊടുക്കേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് DC എന്ന ഉസ്താദ് മൈക്കിലേക്ക് വരും. ഇപ്പൊ സഹോദരൻ ചോദിച്ചതിന് എന്തിനാ മറുപടി പറയേണ്ടത്? ചങ്ങായിമാർ, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞ ഒരു വ്യക്തിക്ക് അയാളെ വാക്കിന് എന്ത് സ്ഥിരതയുള്ളത്? ഇനിയിപ്പോ അയാൾ ഇപ്പൊ പറഞ്ഞത് ഞാൻ ട്രയൽ നടത്തിയതായിരുന്നു, ഞാൻ റിഹേഴ്സൽ നടത്തിയതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തിനതിന് മറുപടി അറിയാൻ നടക്കുന്നത്? ആർക്കതിന് ഒഴിവുള്ളത്? ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അറിയാലോ. അയാളെ കുറച്ച് കാലം മുമ്പേ ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ചാലും പഠിച്ചാലും അറിയാൻ പറ്റും. പഠിക്കാത്ത ആൾക്കാർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റൂല. പഠിക്കാത്ത ആൾക്കാർക്ക് പിന്നെ ഒന്നും അതിനെ കുറിച്ച് പറയാൻ അറിയില്ല. അയാളെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് അറിയാം അയാളിപ്പോ എന്താ പറയണമെന്നും എന്തിനാണ് അയാൾ സ്റ്റേജ് മാറി ഇങ്ങനെ കയറി നടക്കുന്നതെന്നും അയാൾക്ക് മറുപടി പറഞ്ഞാൽ പറയുന്നവന്റെ അവസ്ഥ എന്താ? അതും ചിന്തിച്ചൂടെ?
സ്വന്തം ഒരു CD മുനാഫിക്ക് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവൻ പറയുന്നത് ശരിയല്ല, ഓൻ പറയുന്നത് കളവാണ്, ഓനെ വിശ്വസിക്കാൻ കൊള്ളൂല, ഇപ്പൊ അയാൾ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ആ വ്യക്തിനെ കുറിച്ച് അന്ന് പറഞ്ഞതാ. എന്നിട്ട് ആ വ്യക്തിന്റെ ഛർദ്ദിച്ചതാണ് ഇപ്പൊ അയാൾ സ്റ്റേജിലൊക്കെ വിളമ്പുന്നത്. അപ്പൊ ഇയാൾക്കാണോ മറുപടി പറയേണ്ടത്? ഒന്ന് പിന്നെ എല്ലാം കൊണ്ടും കഴിവുറ്റ പണ്ഡിതന്മാർ ഇയാൾക്ക് മറുപടി പറയുമ്പോൾ ആ പണ്ഡിതന്മാർ എത്രമാത്രം ചെറുതായി. അപ്പൊ അതുകൊണ്ട് അത് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമോ അല്ലെങ്കിൽ അതിൽ ഒരു കാര്യവുമില്ല. തനി മുനാഫിക് തരം വിളമ്പിയ അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാക്ക് ഒരു ഷെയ്മൽക്കൂർ അല്ലാതെ അങ്ങ് തള്ളിക്കളയാന്നല്ലാതെ ഖുർആൻ പറഞ്ഞതല്ലേ അല്ലെ? വിഡ്ഢികളായ ആളുകൾ എന്തെങ്കിലും പറയാൻ നിങ്ങളെ അവരെ കുറിച്ച് അങ്ങ് തിരിഞ്ഞു കളഞ്ഞാളി എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മറുപടി ഇല്ല. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിക്കോളി. ഞങ്ങൾ അങ്ങനത്തെ ആദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ആൾക്കാരല്ല, അത് മനസ്സിലാക്കിയാൽ മതി. അതിനൊന്നും ഞങ്ങൾക്ക് സമയവുമില്ല, അതിന് ഞങ്ങൾ തയ്യാറുമില്ല അങ്ങനെ ചാണകക്കുഴിയിൽ പോയി വീണ ആൾക്കാർക്ക് മറുപടി പറയാൻ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ആ വ്യക്തിക്ക് എന്ത് മറുപടി അറിയുന്നില്ല, അയാൾക്ക് എന്ത് മറുപടി അറിയുന്നില്ല എന്ന് ചോദിച്ചിട്ട് അതൊരു ചോദ്യം ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അത് മറുപടി പറയാൻ മാത്രം അദ്ദേഹം ഇല്ല, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് മൈക്ക് കിട്ടും. ഉസ്താദ്മാരും മൈക്കിലേക്ക് വരാം. എനിക്കൊരു കോള് വരുന്നുണ്ട്. ഹലോ, വലൈക്കും അസ്സലാം. ഞാൻ ഇവിടെ ക്ലാസ് റൂമിലുള്ളത്. അസ്സലാമു അലൈക്കും. ആര് പറഞ്ഞു എന്നല്ല, എന്ത് പറഞ്ഞു. നാരികത്ത് സ്വലാത്ത് കൊണ്ട് പുലരിയെ വരവേൽക്കാം. പൂമധു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദുമാരില്ലേ? ഇനി കരീമിന് ഏകദേശം അത് മനസ്സിലായിട്ടുണ്ട് സുഹൃത്തെ. കാരണം എന്നറിയോ, ഇപ്പം ടീച്ചർ ഉസ്താദ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കുറിച്ചും സുന്നത്ത് ജമാഅത്തിലെ പ്രവർത്തകരെ കുറിച്ചും ആദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇത്തരം ആൾക്കാർക്ക് മറുപടി പറഞ്ഞാൽ പറയുന്ന ആളുടെ ഏറ്റവും അതിന്റെ അന്തസ്സും നഷ്ടപ്പെടാനാണ് സാഹചര്യം. കാരണം നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച്, ഈ പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരു പഠനം നടത്തി അദ്ദേഹം എവിടൊക്കെ കയറി ഇറങ്ങി എന്തൊക്കെ ചെയ്ത ആ വ്യക്തിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അതൊക്കെ അത് കേട്ടാൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സംസാരത്തെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? അത് കയ്യടി കിട്ടാനും ഈ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളെ പ്രസന്റൻസ് കിട്ടാനും അവര് സ്റ്റേജിന്റെ മുമ്പിൽ ആളെ കിട്ടണ്ടേ? അതിന് ഈ കാന്തപുരം AP ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലല്ലേ, അതല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കൂടെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് എന്തെങ്കിലും നാലക്ഷരം പറഞ്ഞാൽ അവരെ എതിർപ്പിക്കുന്നെങ്കിൽ മാത്രമല്ലേ അവിടെ ആളെ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്ക്? മറുപടി പറയാൻ ധാരാളമുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ മറുപടി പറയുന്ന സമയത്ത് എന്നെ പോലുള്ള വ്യക്തികൾക്കോ അതല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പോലുള്ള വ്യക്തികൾക്കോ വേണം മറുപടി പറയാം. പണ്ഡിതന്മാരിൽ നിന്ന് നിങ്ങൾ അത്തരം മറുപടി അവർക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. അവര് ഇത്തരം ആൾക്കാർക്ക് മറുപടി പറയരുത് എന്ന് പ്രത്യേക ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവരുടെ വാക്കിന് യാതൊരു സ്ഥിരതയില്ലാത്ത വ്യക്തികളാണ് അവർ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ. നമുക്ക് ഒരു കാലത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന് വേണ്ട വാദപ്രതിവാദത്തിന് പോകുമ്പോൾ ഞാനൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ കുറച്ച് ഓവറായപ്പോ അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളോട് പോലും നല്ല ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലായിരുന്നു. അതായത് വഹാബി പോലുള്ള ആൾക്കാരോട് അവരുടെ ഒരു മൂപ്പരൊക്കെ ഒരു CD അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹീറോ ആകുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അല്ലായിരുന്നു എന്ന് മനസ്സിലാവുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ മറ്റുള്ള പരിപാടികൾ അതിന്റെ ശേഷം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതായത് കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്ന് പറഞ്ഞ് വിട്ടുപോയാണ് അന്ന് ഞാൻ ഭ്രാന്തനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ആ കറക്റ്റുള്ള വാക്ക് എനിക്ക് ഇങ്ങോട്ട് വരുന്നില്ല. അതായത് കാന്തപുരം ഉസ്താദിനെ വിഭാഗത്തുനിന്ന് ഞാൻ വിട്ടുപോവുകയാണെങ്കിൽ അന്ന് ഞാൻ ഭ്രാന്തനായിരിക്കുന്നോ
എന്നോ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾ എന്തായിരിക്കണം? പിന്നെ അയാൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അദ്ദേഹം എത്ര പ്രാവശ്യം അവരെ കുറിച്ച് ചീത്ത പറഞ്ഞതാണ്. പിന്നെ എന്തെല്ലൊക്കെ അദ്ദേഹം ചെയ്തത്, എന്തൊക്കെ കാട്ടിക്കൂട്ടി അദ്ദേഹം. ഒരു CD റെക്കോർഡ് ചെയ്യുക, പിന്നെ വേറൊരു CD അതിന് മറുപടി പറയുക. ഇത്തരം ചെയ്ത വ്യക്തികൾ സ്റ്റേജിൽ കയറുമ്പോ ആൾക്കാർ ബുദ്ധിയുള്ളവരാണ്, അവിടെ ഇരിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടതെന്താണെന്നറിയോ? ഉസ്താദിന് എന്തെങ്കിലും ഒരു ക്ഷീണം കൊടുക്കുന്നോ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവിടെ അടുത്ത് കൂടുന്നത്. ഇതൊന്നും സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് ഒരു ക്ഷീണമുള്ള കാര്യമല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലായി, ഇതിലും വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദിന് പിന്നിരിക്കുന്ന അണികളും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലും വലിയ പരീക്ഷണങ്ങൾ അത് തരണം ചെയ്തിട്ട് വന്നതാണ്. ഒരു കാലത്ത് മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടി മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത അവരൊക്കെ ഇന്ന് ഉസ്താദിന്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുകയാണ്. കാരണം എന്താണ് അവർക്ക് കാരണം? ഒരു പറ്റം സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവര് ഉസ്താദിന്റെ പിന്നിലേക്ക് അടുത്തു എന്ന് അവർ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. മനസ്സിലായോ നിങ്ങൾ? സുന്നത്ത് ജമാഅത്ത് ഇവർക്കൊക്കെ ഇപ്പം വലിയ വലിയ അന്തസ്സും ഇതൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഈ അന്തസ് ഉണ്ടാക്കി കൊടുത്ത വ്യക്തി ആരാണെന്ന് മനസ്സിലാകുന്നവർക്ക് ഉസ്താദിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് അത് തോന്നില്ല. മനസ്സിലായോ? ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ടെന്ന് ധാരാളം എല്ലാവർക്കും അറിയാം. ഒരു ഹിഡൻ അജണ്ട ഇതിനുള്ളിലുണ്ട്. അതായത് എന്താണ് ഇത്? ഞങ്ങൾ അതെന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെരുപ്പെടുക്കാൻ വേണ്ടി മർക്കസിൽ ക്യൂ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നക്കി തിന്നാനാണെങ്കിലും ഞങ്ങൾക്ക് അതും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് സ്നേഹിച്ചിട്ട് നക്കി തിന്നുന്നറിയല്ലോ, നക്കി കൊല്ലുമെന്നറിയല്ലോ. അതാണെന്ന് അതും ഞങ്ങൾക്ക് അവരുടെ ഒന്നും സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഇന്നൊരു പ്രസംഗകന് പറയുന്നത് കേട്ട് പിന്നെ ഉസ്താദിന് കുറ്റം പറഞ്ഞു, ഇത് അവരുടെ പ്രവാചകനാണ്. പിന്നെ അപ്പൊ പറയാ ഉസ്താദ് 2000-കണക്കിന് പള്ളി നിർമ്മിച്ച ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ധാരാളം യത്തീം കുട്ടികൾക്ക് 1000-കണക്കിന് യത്തീം കുട്ടികളെ പോറ്റുന്ന ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവരുടെ പ്രഭാഷകൻ നിങ്ങൾ പറയാം. അപ്പൊ അത് എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അത് ഇങ്ങനെ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ശേഷം അദ്ദേഹത്തിന് ആരോ കണ്ണുരുട്ടി പേടിപ്പിച്ചപ്പോ അദ്ദേഹം മാറ്റി പറഞ്ഞു എന്ന് പറയുന്നിട്ടുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരുന്ന പല പ്രഭാഷകന്മാരും ഉണ്ട്. ഞങ്ങൾക്ക് അതിന് സമയമല്ല. നിങ്ങൾക്കറിയാം, ഇതിന്റെ മുമ്പ് വലിയൊരു പ്രഭാഷകനായിരുന്നു കക്കാട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിലക്ക് കൽപ്പിച്ച സമയത്തോ അദ്ദേഹത്തിന് സംഘടനയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാലേ ഇനി അന്നൊക്കെ ഞാൻ ഈ സംഘടനയിൽ കടന്നു വരുന്ന സമയത്ത് വന്നോടനാ, അതായത് ഞാനും നിങ്ങളെ പോലെ തന്നെ വന്നുപോകണം, നിങ്ങളങ്ങനെ ആയി എന്ന് പറയല്ല. ഏതായാലും ഞാൻ ഒക്കെ ഈ ആദ്യ കാലഘട്ടത്തിൽ ഇതിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? ഇപ്പോ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് എനിക്കൊക്കെ ഈ ബുദ്ധി ഉദിച്ചത്. അതുവരെ ഞാനും നിങ്ങളെ ഈ തുള്ളലും ചാടലും ഒക്കെ പെട്ട ഒരു വ്യക്തിയായി പോയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരാൻ നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഉസ്താദിന്റെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാനും നിങ്ങളൊക്കെ അതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ഇതുപോണം തുള്ളലും ചാടലും ഒക്കെ നടത്തുന്ന വ്യക്തികൾ ഇന്ന് അവരൊക്കെ ഉസ്താദിന്റെ പിന്നിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം സുന്നത്ത് ജമാഅത്തിന് ഒരു ഇജ്ജത്ത് ഉണ്ടാക്കി, ഒരു പണ്ഡിതൻ എന്നൊരു സമൂഹത്തിൽ ഒരു വില ഉണ്ടാക്കി, ഒരു മുത്താലിമിന് ഒരു വില ഉണ്ടാക്കി, സുന്നത്ത് ജമാഅത്തിന് ഒരു അഡ്രസ് ഉണ്ടാക്കി എന്ന ഒരു കർമ്മം ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതിന് മനുഷ്യ സഹജമായ എന്തെങ്കിലും ചെറിയ വീഴ്ചകളോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ അത് കുത്തിപ്പൊത്തി മാന്തിക്കീറി ഇതാക്കാൻ എന്തോ ഒരു സുഖ. എന്നാൽ അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തകനോ അത് എന്തെങ്കിലും നല്ല കാര്യങ്ങളോ ചെയ്യുന്നതിന് ഒന്ന് പുകഴ്ത്താനോ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് എന്തെല്ലാം ഇവർ പറഞ്ഞ് കാശ്മീരിന് 10 കുട്ടികളും അവിടുന്ന് ഒരു 300 ചില്ലാനങ്ങ് കുട്ടികളെ കൊണ്ടുവന്ന് വന്നപ്പോ RSSന്റെ ആൾക്കാർ പോലും പറയാത്ത കാര്യങ്ങൾ പറയാൻ നാവ് ചലിച്ച ഒരു വ്യക്തികളാണ് ആ ഭാഗത്തു നിന്ന്. നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അവർ പല തന്ത്രങ്ങളും ഉപയോഗിക്കും, പല നേതാക്കന്മാരെയും ചാക്കിട്ട് പിടിക്കും, പല വ്യക്തികളെയും ചാക്കിട്ട് പിടിക്കും. മനസ്സിലായോ? പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ പറയുന്നത് അവർക്ക് നാളെ
അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുന്ന സമയത്ത് ഹിസാബ് പറയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ മറുപടി പറയുമ്പം പലതും പറയേണ്ടി വരും. പല മോശമായ സംസാരങ്ങളും കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അവരൊന്നും അത് ആഗ്രഹിക്കുന്നില്ല. അവർ ദീനി സേവന രംഗത്ത് വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മക്കത്താണെങ്കിൽ നാളെ ദുബൈയിലായിരിക്കും, മറ്റന്നാൾ മിസ്രിലായിരിക്കും, പിന്നെ അവിടെ മൊറോക്കോയിലായിരിക്കും, പിന്നെ അമേരിക്കയിലായിരിക്കും, പിന്നെ മറ്റുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലും മറ്റുള്ള കൺട്രികളിലായിരിക്കും. ഇന്ന് ഈ സമയത്ത് ഇത്തരം ആളുകൾക്ക് മറുപടി പറയണമെന്ന് അവർ നടക്കേണ്ട സുഹൃത്ത്. വളരെയധികം പ്രയാസമുണ്ട്. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഞങ്ങളുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഞങ്ങളോടും പറയുന്നത് അതിന് മറുപടി കൊടുക്കേണ്ട മക്കളെ. അതിലും നീചകൃത്യങ്ങൾ ചെയ്യാൻ അവർ മടിച്ചില്ല. അതുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കണ്ട എന്നാണ് ഞങ്ങളോടൊക്കെ പറയുന്ന നിർദ്ദേശം. ഞങ്ങളോട് എന്തെങ്കിലും നിങ്ങൾ ഒരു ശക്തമായ എന്തെങ്കിലും ഒരു ആൾക്കൂട്ടം വേണ്ട, നിങ്ങൾ അത് കാണുമ്പോൾ അഹങ്കരിക്കരുത്. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹത്തെ നമ്മൾ മറക്കരുത്. എങ്ങനെ നല്ല നല്ല ഉപദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇത്തരം കക്ഷികളോ ഇത്തരം പ്രവർത്തനങ്ങളോ ഞങ്ങൾക്കൊരു വിഷയമല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് എന്താണ് നമുക്ക് നമ്മളാൽ ചെയ്യാനുള്ളത് ഉസ്താദിന് സംഘടനക്കോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്കോ നമ്മുടേതായ പങ്കെന്ത് ചെയ്യാൻ കഴിയൂ എന്ന് നോക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഇത്തരം ക്ഷുദ്ര കക്ഷികൾ വരുമ്പോ, ക്ഷുദ്ര ശക്തികൾ വരുമ്പോ അതിനെ നമ്മൾ ഒരു ചീവീടുകളെ പോലെ അതിനെ തള്ളിക്കളയാം. ചീവീടുകൾ അവിടുന്ന് പലരും പല ശബ്ദങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിന് ചെവി കൊടുക്കാൻ നമ്മുടെ സമയത്തിന് നമുക്ക് സമയമില്ല, നമ്മളെ ജീവിതത്തിൽ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുകയും സംഘടനാ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായ കൂടുതൽ സമയം ചെലവഴിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനേ നമുക്ക് സമയമുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ചോദ്യകർത്താക്കൾ വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഉസ്താദുമാരും മറുപടി കൊടുക്കാനൊക്കെ കടന്നു വരണം. നമുക്ക് മുജാഹിദ് പോലുള്ള കക്ഷികളോടാണ് നമുക്ക് കൂടുതൽ അവരെ ഒരു ഭാഗത്ത് ഇരുത്തുക. അവർക്കൊക്കെ ഇന്ന് ഹജ്ജ് കർമ്മം നടക്കുകയാണ്. ഒരു വഹാബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ഹജ്ജാ ചെയ്യാനുള്ളത് ചിന്തിച്ചു നോക്കി. അതിനെക്കുറിച്ച് ചർച്ച ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഹജ്ജുകളിലൊക്കെ നമുക്ക് അതായിരുന്നു നമ്മുടെ പഴയ കാലത്ത് ചർച്ച. മറുപടി പറയാൻ ഒരു വഹാബി പോലും കടന്നു വന്നിട്ടില്ല. അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം അവർ എന്ത് ഹജ്ജാ ചെയ്യുക, ഏത് രൂപത്തിൽ ഹജ്ജാ അവർ ചെയ്യുക, അവർക്ക് എന്ത് ഹജ്ജാ ഉണ്ടായ, അവർക്ക് മഹാന്മാരെയോ പുണ്യസ്ഥലങ്ങളെയോ ബഹുമാനിക്കപ്പെട്ട വ്യക്തികളെയോ സ്ഥലങ്ങളെയോ സന്ദർഭത്തെയോ ബഹുമാനിക്കാൻ അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം സാധിക്കുമോ? എന്നാൽ ഒരു ഹജ്ജ് കർമ്മത്തില് 100% എന്താണ് ഒരു സുന്നത്ത് ജമാഅത്തിന് മാത്രമേ ഹജ്ജ് ചെയ്യാനുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ നിയമപ്രകാരമേ ഹജ്ജുള്ളൂ. അല്ലാതെ ഒരു വഹാബി ചിന്താഗതിയിൽ ഒരു ഹജ്ജില്ല. അവർക്ക് മദീനത്തേക്ക് പോകണ്ട, സംസം വെള്ളം അവർക്ക് കുടിക്കണ്ട, അജറുൽ അസ്വദ് അവർക്ക് മൊത്തണ്ട. കാബൻ തവാഫ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വല്ല ചിന്തയും കടന്നു വന്നാൽ അത് ശിർക്കായി. എന്തെല്ലാം പ്രശ്നമാണ്. ഞങ്ങളുടെ ലക്ഷ്യം വഹാബി പുത്തനാശയക്കാരാണ്. അത്തരം ആൾക്കാരോടാണ് ഞങ്ങളുടെ ആശയം ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ളത്. അവർ ഒരു കാലത്ത് തെറ്റിദ്ധരിപ്പിച്ച് എന്നെ പോലുള്ള കക്ഷികളെ തന്നെ ധാരാളം അവർ കയ്യിലാക്കിയിരുന്നു. അത്തരം വ്യക്തികള് അത്തരം പ്രവർത്തനങ്ങള് തടയിടാൻ ഈ സംഘടനക്ക് സാധിച്ചത് കൊണ്ടാണ് ഇന്ന് സുന്നത്ത് ജമാഅത്ത് പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഏതോ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലെ ഒരു വിറക് വെട്ടിയും അല്ലെങ്കിൽ ആയിട്ട് ഒരു സുന്നി പ്രവർത്തകനായിപ്പോയതെ അവിടുന്ന് പിടിച്ചു മാറ്റി ഈ രാഷ്ട്രീയം വേറെ സുന്നത്ത് ജമാഅത്ത് വേറെ എന്ന് തരം തിരിച്ച് മാറ്റിക്കൊടുത്ത ഒരു മഹാനായ പണ്ഡിതനെ കരിവാരി തേക്കാൻ എല്ലാവർക്കും വലിയ സന്തോഷം ഉണ്ടാവും. എല്ലാ ഭാഗത്തുനിന്നും ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായി പറഞ്ഞാൽ അവൻ വലിയ സംഘടന നേതാവായി. നിങ്ങൾക്കറിയോ, ഞങ്ങളെ ഈ ക്ലാസ് റൂമിൽ പണ്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തിനാ കടന്നു വന്നെന്നറിയോ? സുന്നത്ത് ജമാഅത്ത് എ പി വിഭാഗത്തിന് സാധിച്ചതിന്റെ കണ്ടെത്തൽ മനസ്സിലായോ. എന്നിട്ട് അദ്ദേഹം ഇവിടെ വലിയ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് അവസാനം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇവിടെ വേണ്ട രൂപത്തിൽ വിജയിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ അദ്ദേഹം നമ്മളെ എതിർ വിഭാഗത്തിന്റെ സ്ഥലത്ത് തന്നെ പോയി. ഇപ്പൊ അവിടുത്തെ വലിയ നേതാവാ. അതൊന്നല്ല, അവിടുത്തെ വലിയ നേതാവാണ്. ആ വലിയ റൂമിന്റെ വലിയ ആളാ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വർക്ക് ആ
അദ്ദേഹത്തിന്റെ പണി ആ റൂമിൽ എന്താ അറിയോ, AP ഉസ്താദിന് വേണ്ട പോലെ ഒരു കാലത്ത് ഈ നമ്മളെ ക്ലാസ് റൂമിൽ നിന്ന് പൊങ്ങച്ചം പറഞ്ഞ ആളാ. പക്ഷെ അദ്ദേഹം നമ്മളെ ഇതിലേക്ക് വന്നിട്ടൊന്നുമില്ലായിരുന്നു. ആ പറഞ്ഞ ആളാ. അപ്പൊ ആ പേരൊന്നും ഈ റൂമിൽ അടിക്കണ്ട. എന്നുവെച്ചാൽ അത്രയും വൃത്തികെട്ട നാവാണ് ആ സുഹൃത്തിന്റെ നാവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. നമുക്ക് അവര് പറയുമ്പോൾ വിളിച്ചു പറയാൻ നമ്മളുടെ നാവിന് ശക്തിയില്ല. അതുകൊണ്ട് നമ്മളെ പേര് പറയുകയോ അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശമായി പറയുകയോ ചെയ്യാത്തത്. ഏതായാലും AP ഉസ്താദിനെ കുറിച്ച് മോശമായി പറയുന്ന ഏത് വ്യക്തിയുണ്ടോ അത് ഏതൊരു സംഘടനയിലെ വലിയ നേതാവായിരിക്കും. അതാണ് നമ്മുടെ കഴിഞ്ഞ ചർച്ച. ഇവിടെ അവിടുന്ന് തിരിച്ചു വന്നവരെ പുകയത്തുന്നത് അവരെ പോയിട്ട് സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം ആൾക്കാരെ സ്വീകരിക്കാനുണ്ട് നമുക്ക്, എത്രമാത്രം ആൾക്കാരെ സ്വീകരിക്കാനുണ്ടാവും. ഇനി ഒരു ലിസ്റ്റ് എഴുതി പുസ്തകം എഴുതുകയാണ്, എത്ര പേജുള്ള പുസ്തകത്തിൽ എഴുതേണ്ടി വരും. അവിടുന്ന് കടന്നു വന്ന് 6 പേരല്ലേ അവിടുന്ന് ഇറങ്ങി പോന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ജനങ്ങളൊക്കെ എവിടുന്ന് വന്ന് കൂടിയതാ. അപ്പൊ അവരൊക്കെ വന്ന വഴികൾ നമ്മൾ എഴുതി വെക്കുകയാണോ, എവിടെ എഴുതി വെക്കും, എത്ര എഴുതി വെക്കണം? അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂലായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. നമുക്ക് നമ്മുടെ ഉസ്താദുമാരുടെ പിന്നിൽ പ്രവർത്തിക്കാം. അത്രമാത്രം ഞാൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തെങ്കിലും തെറ്റായി സംസാരിച്ചു പോയാൽ അത് നമ്മുടെ റൂമിന് ക്ഷീണമായി വരും. അതുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ഉസ്താദ്മാർ ആരുമില്ലേ ചോദിക്കാൻ? പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ ഈ ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വ്യക്തി ഒരു ട്രയൽ CD ഇറക്കിയത് ഈ ക്ലാസ്സിലെ ഉസ്താദ്മാർ തന്നെയാണ് അത് ന്യായീകരിച്ചുകൊണ്ട് മുന്നേ വേറെ ക്ലാസ് റൂമിൽ വെച്ച് പ്രസംഗിച്ചിരുന്നത്. അത് മറന്നുപോകരുത്. അസ്സലാമു അലൈക്കും. ശരിയാണ് സുഹൃത്തെ, നിങ്ങളെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കണ്ടേ? എന്താ ഈ മനുഷ്യന്റെ കോലെന്ന് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ചെയ്തികൾ കാണണ്ടേ സുഹൃത്തെ? തെറ്റിദ്ധരിക്കപ്പെട്ട പല വ്യക്തികളുണ്ട്. ഇയാൾ മാത്രമല്ല, വേറെയും പലരെയും ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ ഒരാളെ മുൻകൂറായിട്ട് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. എന്ത് ചെയ്യാനാ? പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ? ഈ വ്യക്തി ഇന്ന് അവിടെ കയറും, നാളെ അവിടെ കയറും, ഇന്ന് ഇവിടെ കയറും എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹത്തിന്റെ CD നമ്മൾ ന്യായീകരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തരിച്ചു നിൽക്കുക ചെയ്യുക. അതെന്താണ് പഠിച്ചോനെ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തരിച്ചു. പിറ്റേന്ന് അതിന് നേരെ പകരം വേറൊരു CD വരികയാണ്. മനസ്സിലായില്ലേ? ഒരു വ്യക്തി വളരെ മോശമായിട്ട് പറഞ്ഞ ആ വ്യക്തി ഇന്ന് അദ്ദേഹത്തിന് വലിയ നല്ല മനുഷ്യനായി മാറുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് അത്തരം വ്യക്തികളെ മാറ്റി നിർത്തുക, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിന് അതിന്റെ സ്ഥാനം കൊടുക്കരുത്. അതാണ് കാരണം. ഇന്ന് നിങ്ങൾ ഈ സംസാരിക്കും, നാളെ നിങ്ങൾ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഒരു കാലത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ വലിയ സംവാദത്തിലല്ലായിരുന്നോ? സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ കയറി വലിയ സംവാദം നടത്തി നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയില്ലേ? അന്ന് എല്ലാ സുന്നികളും അദ്ദേഹത്തിന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടില്ലേ? പിന്നീടല്ലേ അദ്ദേഹത്തിന് ഈ സുന്നത്ത് ജമാഅത്ത് അദ്ദേഹത്തിന് ശരിയല്ല എന്നുള്ള ഒരു ചിന്ത വന്നത്, പുതിയൊരു വഴി കിട്ടിയത്. എല്ലാ ഉസ്താദ് മോശമായിട്ടും അതുപോലെ മറ്റുള്ളവരൊക്കെ മോശമായിട്ടും അദ്ദേഹം പിന്നെ കാണാൻ കഴിഞ്ഞത് പേരോട് ഉസ്താദ് അദ്ദേഹത്തിന് എന്തേ ആദരവും ബഹുമാനമുള്ള ആളായിരുന്നു. അപ്പൊ അത് നോക്കണ്ട. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം നമുക്ക് ഇങ്ങനെ നേരത്തെ മുൻകൂർ തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരം വ്യക്തികളിൽ നമ്മൾ അവരുടെ പ്രവർത്തനങ്ങൾ അതൊരു വിഷയമാക്കി എടുക്കാതിരിക്കും ഏറ്റവും ഉത്തമം. ഉസ്താദുമാർ ചെയ്യുന്ന ഇപ്പം അതിന് ചെറിയ രൂപത്തിൽ ഞങ്ങളൊക്കെ പറയുന്ന അത്രയും മറുപടി പറയുന്നില്ല. കാരണം ഇത് മറുപടി പറയുന്ന സമയത്തല്ലേ ഇതൊരു വിഷയമായി മാറുന്നുള്ളത്. അതുകൊണ്ടാണ് അതിന് ഒരു വിഷയമാക്കി മാറ്റണ്ട എന്ന് ഉസ്താദുമാർ ഉദ്ദേശിച്ചത്. മൈക്കിലേക്ക് ഉസ്താദുമാർ തന്നെ കടന്നു വരിക. ഞാൻ മൈക്ക് അതന്നെ അവിടുന്ന് വന്ന ആൾക്കാരാണെങ്കിൽ എത്ര പേര് പലർക്കും ഇവിടെ പിടുത്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. അവിടുന്ന് കടന്നു വരും നല്ല ഉഷാറായിട്ട്. പിന്നെ ഇവിടെ വിചാരിച്ച മാതിരി ഇവിടെ ക്ലച്ച് പിടിക്കുന്നില്ല എന്നാൽ പിന്നെ അങ്ങോട്ട് പോകും ചിലര്. അങ്ങനത്തെ പലരും ഉണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും
പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ ഇതാകുന്നു. അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നുമ്പോ മാക്സിമം അവര് മൂപ്പർക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നൊക്കെ മൂപ്പർ ചെയ്യും. ഇനി ഇതിലും വലിയ കാര്യങ്ങളൊക്കെ പറയും അദ്ദേഹം. ഇപ്പൊ നാളെ തന്നെ വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു ആള് വേറെ എന്തെങ്കിലും രൂപത്തിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അങ്ങനെ അദ്ദേഹത്തിന്റെ ചിന്താഗതി അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേരെ നേരെ പച്ചവെള്ളമാണ് പിന്നെ ചൂടുവെള്ളമായി മാറിപ്പോകുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാകുന്ന മാറ്റം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹം പറയാണ് ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി, പിറ്റേന്ന് തെറ്റുപറ്റിപ്പോയി. അത് കേൾക്കുന്നവർ എന്താ നമ്മൾ ചെയ്യുക? അതുകൊണ്ട് അത്തരം വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട. അദ്ദേഹത്തിന് ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആളെന്ന നിലയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു, സത്യം തന്നെ. പിന്നീട് അദ്ദേഹത്തിന് മാറിപ്പോയാൽ എന്ത് ചെയ്യാൻ കഴിയൂ? അദ്ദേഹത്തിന് ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും ഒന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹത്തിന് വേറെ ആരോ ചില ആൾക്കാരാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അത് സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളാണെങ്കിൽ അവരാണ് അദ്ദേഹം കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റേതോ രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിന് പ്രചോദനം കൊടുക്കുന്നുണ്ടാവും. എന്താണ് അള്ളാഹു ആയാലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ പഴയ കാലത്തെ കഥകൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രം ഉണർത്തി. ഉസ്താദുമാരാരെങ്കിലും മൈക്കിലേക്ക് വരിക, അതല്ലെങ്കിൽ പ്രവർത്തകരാരെങ്കിലും മൈക്കിലേക്ക് വരിക. ഇനി പുത്തൻ ആശയക്കാരും ഉണ്ടെങ്കിൽ ആശയപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചോണം, ഈ വഹാബികളുടെ ഹജ്ജ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് എല്ലാവർക്കും വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ്. നമ്മളെ ഈ സമയത്ത് അതാണ്. പിന്നെ ഹാജിമാര് മീനയിൽ നിന്ന് ഇപ്പൊ നിൽക്കുന്നത്, അവര് നാളെ രാവിലെ അറഫയിൽ ഒരുമിച്ച് കൂടും. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദുആ ചെയ്യണം. അവരുടെ ദുആയിലൊക്കെ നമ്മളും ഉണ്ടാവണം. നമ്മുടെ വിഷയം പ്രധാനമായിട്ട് അവരോട് മാനസികമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം പറയുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ വിഷയം. അത്തരം നല്ല വിഷയങ്ങളിലേക്ക് നമ്മൾ ചർച്ച നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ഹൈറായിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനും കേൾക്കുന്നവനാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നല്ല പ്രവൃത്തി ചെയ്തവന് നല്ല പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെ നല്ല വഴിക്ക് നടത്തി തന്ന നമ്മുടെ സംഘടന, നമ്മുടെ ഉസ്താദുമാര്, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറായ രൂപത്തിൽ അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. കാരണം നമ്മളൊക്കെ ഒരുപാട് കാലത്ത് പല കളികളും കളിച്ചവരാണ്. നമ്മളൊന്ന് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ഒരു നല്ലൊരു വേദികളും ഇത്തരമുള്ള ഒരു വഴിയിലേക്ക് നമ്മളെ വഴി കാണിച്ചു തന്ന അവർക്ക് നമ്മൾ എത്ര ദുആ ചെയ്താലും മതിയാവില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരം ഈ ചർച്ചകളിലേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമം നല്ല നല്ല ഇത്തരം ആശയ പ്രചരണത്തിനും സംഘടനാ പ്രവർത്തനങ്ങൾക്കും സുഖകരമാകുന്ന അതിന് മെച്ചുണ്ടാകുന്ന ചർച്ചയിലേക്ക് പോകലായിരിക്കും ഖൈറ് എന്ന് ഉണർത്തി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ശരി, ഞാൻ അയാളെ വിട്ടു. പിന്നെ ഞാൻ അയാൾ ഉന്നയിച്ച ചില ആരോപണങ്ങൾ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടോ? ഇബാറത്തും ആയത്തും ഹദീസും എനിക്ക് വേണ്ട, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴൽ ഉണ്ടോ? മൈക്ക് റിലീസ്. ഒറ്റ വാക്കിൽ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരം ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിന് ഉത്തരം. ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിച്ചതും അങ്ങനെ തന്നെ, നീളുണ്ടാവില്ല. അങ്ങനെയാണ് ഒരു സുന്നിയുടെ വിശ്വാസം. ഇതുവരെ ഞങ്ങളോടും അങ്ങനെ തന്നെ പറയാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നെ ഉസ്താദ് ഒരു നേലിനെ കുറിച്ച് ഒരു ഹദീസ് പറഞ്ഞിരുന്നു. അപ്പോ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, അതിൽ അങ്ങനെ കാണുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലുണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകും എന്നല്ല, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? അതിന് ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു തർക്കിച്ചിട്ട് ഒരു കണ്ടെത്തി കൊടുക്കാൻ പറ്റിയ ഒരു വിഷയം അല്ലാതെ, അത് റോട്ടിൽ വലിച്ചിടാൻ പറ്റിയ ഒരു വിഷയം അല്ലാതെ, അതൊരു വിശ്വാസിയുടെ ഉള്ളിൽ വെച്ച് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് പരീക്ഷണം നടത്തി അതല്ലെങ്കിൽ അതിന് ലാബറട്ടറിയിൽ കൊണ്ടുപോയി പരീക്ഷണം നടത്താൻ പറ്റിയ ഒരു വസ്തു അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹീഹായ ഹദീസുകൾ എത്ര ഉണ്ട്? അതിന്റെ നേരെ അർത്ഥം വെച്ചിട്ട് നമ്മൾ ഇന്ന് ശാസ്ത്ര പഠനത്തിന് തയ്യാറായി കഴിഞ്ഞാൽ അറിവിൽ പോവോ? ഇപ്പോ ഉദാഹരണത്തിന് സംസം വെള്ളം, അത് കുടിച്ചാൽ ഏത് രോഗവും മാറും. എന്തിനാണോ കുടിക്കുന്നത് സംസം വെള്ളം അതിനുള്ളതാണെന്നില്ലേ? എന്നാ ആരെങ്കിലും ഏതെങ്കിലും ഒരു മാറായ രോഗീനെ പിടിച്ചു കൊണ്ടുപോയിട്ട് കുറച്ച് സംസം വെള്ളം കുടിപ്പിക്കുകയും മേലെ വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും നിൽക്കോ? അതല്ല, അതൊരു പരീക്ഷണാർത്ഥം ചെയ്യാനുള്ളതല്ല. അത് അതിൻ്റെതായ രൂപത്തിലുള്ള വിശ്വാസത്തോടുകൂടി ആരെങ്കിലും ചെയ്താൽ അതിന് ഫലമില്ലാതെ പറയാൻ പറ്റുമോ?
പറ്റിയ സുഹൃത്തെ, ഒരിക്കലും പറ്റൂല. സംസം വെള്ളത്തിന് പതല്ലാതെ ആരെങ്കിലും പറയോ? അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും ഇസ്ലാമിലെ സ്ഥാനം? വാദികൾ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവര് അതിൽ പ്രത്യേകത ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പുണ്യം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരുന്നില്ലായിരുന്നു. ഹജ്ജിന് പോയാൽ അവർ മാത്രം കൊണ്ടുവരില്ല. മദീന പോകാത്ത ഹാജിമാർ എന്റെ അറിവിലുണ്ട് പഴയ കാലത്ത്. അവിടെ തന്നെ പോകാൻ അവിടെ ഹജ്ജിൽ പെട്ടതല്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. ഇപ്പൊ ആൾക്കാർ കല്ലെറിയുമെന്ന് തോന്നിയപ്പോഴാണ് ഇപ്പം എല്ലാവരും മാറ്റം വന്ന് അവരുടെ മാറ്റത്തിൽ പുതിയ പുതിയ ഒരു അവര് ദിവസവും മാറുകയാണല്ലോ അപ്ഡേഷൻ. അതിന്റെ ഭാഗത്തായി ഇപ്പൊ അവർ മദീനത്ത് പോകുന്നുണ്ട്. പോകുന്നേരം അവരോട് നിങ്ങൾ മദീനത്ത് എന്തിനാ പോവാന്ന് ചോദിച്ചു നോക്കുമ്പോഴേ വിവരം അറിയുള്ളൂ. അത് അതിനേക്കാണോ വലിയ നല്ല ഉത്തരമായിരിക്കും. അവർ ടൂറ് പോയതാണ്. നമ്മൾ നമ്മുടെ കന്യാകുമാരിയുടെ ഊട്ടിയിലൊക്കെ പോകുന്നില്ലേ, അതുപോലെ ഒരു ടൂർ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ വഹാബി പണ്ഡിതന്മാരുണ്ട്. അപ്പോ അത് അവരുടെ ആവശ്യത്തിലേക്ക് കടന്നു പോകല്ല ഞാൻ. അപ്പൊ ഇതൊരു തർക്കിച്ചിട്ട് ഈ ഒരു പരീക്ഷണശാലയിൽ പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുണ്ടാവാറില്ല എന്നാണ് നമ്മൾ ഇക്കാലം വരെ പഠിച്ചത്. അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. അതല്ലാതെ ഏതെങ്കിലും ഒരു ഹദീസിന്റെ അർത്ഥം അതിന്റെ ഒരു ഇത് പറയുമ്പോ അതെടുത്ത് പൊക്കി പിടിച്ചിട്ട് സുന്നികൾ ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേലുണ്ടാകും എന്ന് പറഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നത് അത് വലിയ തെറ്റിദ്ധാരിപ്പിക്കലാണ്. അത് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് ഉണർത്തി ഞാൻ മൈക്ക് വെക്കും. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മറുപടി അല്ലല്ലോ ഇതിന്റെ മുന്നിൽ 2 ദിവസം ഇവിടെ ചർച്ച ചെയ്തിരുന്നത്. പയ്യോളി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ടാ? സുഹൃത്തെ, ഉസ്താദ് ഹലോ, അസ്സലാമു അലൈക്കും. പയ്യോൾ ഉസ്താദ് ഉണ്ടോ? പയ്യോൾ ഉസ്താദ് അങ്ങനെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്താണ് നേരില് ഉസ്താദ് പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞത് പോലെ തന്നെയാണ്. ഒരു ഹദീസ് വിവരിച്ച് പറഞ്ഞതാണ്. അതിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. കീശേരി ഉസ്താദ് മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് കാലം ഇന്ന് വരെ വിശ്വസിച്ചു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രകാശമുണ്ടെന്നാണ്. പക്ഷേ വഹാബിസത്തിലേക്ക് വൈദൂരം കുറയുന്ന ആധുനിക സമസ്തക്കാരൻ ഇപ്പോൾ അള്ളാന്റെ റസൂലിന് വെളിച്ചമില്ലാതെ തെളിച്ചമാണ് പോൽ. എങ്ങനെയുണ്ട് വഹാബിസത്തിലേക്കുള്ള ദൂരം? കീശേരി ഉസ്താദിന്റെ മൈക്ക് എടുക്കാത്തത്? കീശേരി ഉസ്താദിന് വേണ്ടി മൈക്ക് വിട്ടാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ മൈക്ക് റിലീസ്. പയ്യോളി ഉസ്താദ് പറഞ്ഞത് അങ്ങനെയല്ല. പയ്യോളി ഉസ്താദ് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന രീതിയിൽ പ്രസംഗിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്ത് എന്റെ അടുത്തുണ്ട്. ഞാനത് ഇപ്പോ എനിക്ക് എടുക്കാം. വറഹ്മത്തുള്ളാഹി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
ഹലോ ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കരീമിനോട് കാര്യം പറയാനുള്ളത്, നിങ്ങളിവിടെ ടെക്സ്റ്റ് ചെയ്യാൻ, ഞങ്ങളെ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് മനസ്സിലായി. കാരണം ഇന്നലെ നിങ്ങൾക്ക് മറുപടി ശരിക്കും കിട്ടിയെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ നിങ്ങൾ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇന്നലെ പയ്യോളി ഉസ്താദ് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് യഥാവിധി അറിഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ആ വിഷയം പിന്നെ രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യം എന്തുണ്ട്? അപ്പൊ അത് നിങ്ങളൊരു സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു ചോദ്യം, ഒരു പരിപാടി അല്ലല്ലോ അത്. അപ്പൊ പിന്നെ വേണ്ടതുപോലെ ഇന്നലെ നല്ല ചർച്ച നടന്നിട്ടുണ്ട് ഇവിടെ. മിനിയാന്ന് കോട്ടൂർ ഉസ്താദ് ചർച്ച നടത്തി, അതിനുശേഷം ഇന്നലെ പയ്യോളി ഉസ്താദ് എത്രയോ സമയം നടത്തി. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഒന്ന് ചോദിക്കുന്ന ആ വിഷയത്തിലുള്ള ചോദ്യം നിങ്ങളെ ഒരു സതുദ്ദേശത്തോടു കൂടിയുള്ളതല്ല. ഇവിടെ പിന്നെയും നിങ്ങൾ ആ വലിച്ചിട്ട് കൊണ്ട് ആ വിഷയം പിന്നെയും ഇങ്ങനെ ഇങ്ങനെ അരച്ചത് പിന്നെയും ചതക്കുക എന്ന് പറഞ്ഞ മാതിരി ഉള്ള ഒരു വിഷയമാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇത് മറുപടി നിങ്ങൾ അറിഞ്ഞിട്ടും ചെയ്തിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ പറഞ്ഞാൽ നിങ്ങൾ എന്താ മറ്റേ ആളെന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണല്ലോ. അങ്ങനെ 2-3 അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഉസ്താദന്മാർ പറയുന്ന എല്ലാവരും പറയുന്ന ഒരേ അഭിപ്രായമാണ്. അതാണ് ഈ ക്ലാസ് റൂമിൽ പറയാം. അതുകൊണ്ട് ഇനി വേറെ വല്ലതും ചോദിക്കാണ്ടേ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. വൈക്കോട്ട് ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നോളൂ. ഇല്ലെങ്കിൽ ഇന്നലത്തെ ആ വിഷയം തന്നെ റെക്കോർഡ് ആയിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ആ റെക്കോർഡ് തന്നെ തുടരാം ആ വിഷയത്തിൽ. എന്നാൽ ഒന്നും കൂടിയാണ് മനസ്സിലാവില്ല കാര്യം. അലമസലം മൈക്കിലേക്ക് വന്നോളൂ. അലമസലം മൈക്കിലേക്ക് വന്നോളൂ. അവിടെ ഇരുന്ന് കേൾക്കട്ടെ കരീം ആ വിഷയം. ഇവിടെ ഒരു വിഷയത്തിൽ 4 അഭിപ്രായം പറയില്ല, നമ്മുടെ റൂമിൽ അഭിപ്രായം പറയാറില്ല. അതുകൊണ്ട് അലമസലം ആ റെക്കോർഡായിട്ട് വരിക, അത് കേൾപ്പിക്കുക. അതിനല്ലേ പറഞ്ഞേ, ഇപ്പോഴും ഇവിടെ കൂടിയ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായ അയാളുടെ ഉദ്ദേശം എന്താന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു. അലമസലം മൈക്ക് എടുത്തോളൂ.